ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനും നമ്മളുടെ ഈ യാത്രയിൽ വേണ്ടുന്ന ബുദ്ധി ഉപദേശങ്ങൾ പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിക്കുവാനും തക്കവണ്ണം നമ്മൾ ദൈവസന്നിധി കടന്നു വന്നിരിക്കുകയാണ്. കടന്നു വന്നിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരങ്ങളെയും ഞാൻ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ന്യൂസിലാൻഡിലുള്ള സഭയോർത്ത് വിശേഷാൽ സ്തോത്രം ചെയ്യുന്നു. അവിടെയുള്ള ദൈവദാസന്മാർ, മറ്റ് സഹോദരങ്ങൾ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുകയാണ്. അവിടുത്തെ സഭ ദൈവവചനത്തിൽ വളരുകയും ആത്മാവിൽ നയിക്കപ്പെടുകയും അതുപോലെ കർത്താവിൻ്റെ വരവിൽ എല്ലാവരും യോഗ്യരായി തീരുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച തികച്ചും അവിചാരിതമായി നമ്മൾ വിവാഹ സംബന്ധമായ ചില കാര്യങ്ങളിലേക്കാണ് സംസാരിച്ചു പോയത്. അതിനുണ്ടായ കാരണമെന്ന് പറയുന്നത്, ഞാൻ ചില വിവാഹങ്ങളിലൊക്കെ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ തന്നെ ചില വീഡിയോസ് ചില പ്രിയപ്പെട്ടവർ എനിക്ക് അയച്ചു തന്നു. ആ വീഡിയോസൊക്കെ കണ്ടത് നിമിത്തം അതിൽ നിന്ന് കേട്ട കാര്യങ്ങൾ വെച്ചിട്ട് ചിലത് നിങ്ങളോട് പറയണമെന്ന് ഉള്ളിലൊരു പ്രേരണ വന്നു. അതിൽ ഒരു ദൈവദാസൻ തൻ്റെ മെസ്സേജിലൂടെ തന്നെ പറഞ്ഞു വന്നത്, അക്രൈസ്തവമായ മാർഗങ്ങളിൽ നിന്ന് വിശ്വാസ വഴിയിലേക്ക് വന്ന ധാരാളം പേരുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള യൗവനക്കാരിൽ വിശേഷിച്ച് യുവതികളോടുള്ള ബന്ധത്തിൽ അവരുടെ വിവാഹം നടക്കുവാൻ സാധ്യമല്ലാത്ത നിലയിൽ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്ന യുവതികളെക്കുറിച്ചൊക്കെ അദ്ദേഹം പ്രസംഗത്തിൽ പറയാനിടയായി. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. അതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ മെസ്സേജ് പറഞ്ഞത്. വിശ്വാസ വഴിയിലേക്ക് കടന്നു വന്നിട്ടുള്ള പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ദൈവികമായ കരുതലുണ്ട്, അത് വേറെ കാര്യം. എന്നാൽ തന്നെ സഭയ്ക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്, വിശുദ്ധന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്. തക്ക സമയത്ത് അവരുടെ വിവാഹങ്ങളൊക്കെ നടക്കുവാൻ പാകത്തിന് എല്ലാവരും അവരെ പ്രോത്സാഹിപ്പിക്കുകയോ അവർക്ക് വേണ്ടി കരുതുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വിവാഹത്തോടുള്ള ബന്ധത്തിൽ സ്വാഭാവികമായും വിവാഹ സൽക്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. അന്നേ ദിനം നമ്മൾ സാധാരണ ഉടുക്കുന്നൊരു ഉടുപ്പിട്ടുകൊണ്ടല്ലല്ലോ വരാറ്. അതിന് വിവാഹ വസ്ത്രമൊക്കെ വാങ്ങി ആ ഒരു നിലയിലാണല്ലോ വരുന്നത്. അപ്പോൾ അതിനെല്ലാം സാമ്പത്തികം ആവശ്യമുണ്ട്. അപ്പോൾ സാമ്പത്തിക മേഖലയിൽ പരാധീനതയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റ് കൂട്ടു സഹോദരങ്ങൾ കൈത്താങ്ങൽ കൊടുക്കണം. അതായത് ഒരു ഔദാര്യം പോലെയല്ല, സഭയാം ശരീരത്തിൻ്റെ ഭാഗമായ നമ്മുടെ പ്രിയപ്പെട്ട ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ ആ ഉന്നതമായ ബോധ്യത്തിൽ തന്നെയായിരിക്കണം അതൊക്കെ ചെയ്യേണ്ടത്. അല്ലാതെ ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ അവരുടെ ഈ റംസാൻ കാലത്തൊക്കെ ഈ സക്കാത്ത് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞ പോലെ, പാവപ്പെട്ടൊരു കുട്ടിയെ കെട്ടിക്കാൻ ഞാനൊരു സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള നിലയിലല്ല ശരിക്കും ചിന്തിക്കേണ്ടത്. അങ്ങനെയൊന്നും അല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടത് ഉയർന്ന ചിന്തയായിരിക്കണം. എന്താ ചിന്ത? സഭയാം ശരീരത്തിൻ്റെ ഭാഗമായ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ തന്നെ പരിഗണിച്ചുകൊണ്ട് എൻ്റെ മകൾക്കോ എൻ്റെ സഹോദരിക്കോ ഞാൻ കാര്യങ്ങളെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ അതേ ഉത്തരവാദിത്വത്തിൽ തന്നെ ചെയ്യാൻ പാകത്തിന് വിശുദ്ധന്മാർ ആ ഒരു നിലയിലേക്ക് ഉയർന്നു വരണം. അതൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ സ്ത്രീധനം എന്ന് പറയുന്നൊരു ഇടപാട് ഇന്ത്യക്കാരുടെ ഇടയിലുണ്ട്, വിശേഷിച്ച് മലയാളികളുടെ ഇടയിലുണ്ട്. അതൊന്നും തേച്ചു മാറ്റി കളയാനൊന്നും ആരെക്കൊണ്ടും പറ്റില്ല. നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാമെന്നേ ഉള്ളൂ. അത് വലിയ പങ്ക് ഏറ്റെടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ആ മെസ്സേജ് തന്നെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം വളരെ കുറച്ച് ആളുകളെ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അതിൻ്റെ ടൈറ്റിൽ സ്ത്രീധനം എന്നൊക്കെ കൊടുത്തിരുന്നു. അതുകൊണ്ടായിരിക്കും ആളുകൾ കേൾക്കാനായിട്ട് അത്ര ഉത്സാഹം കാണിക്കാതിരുന്നത്. എല്ലാവരുടെയും ഉള്ളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. കാര്യത്തോടടുത്ത് വരണമെന്നാണ് ഒരു സഹോദരി കമൻ്റ് എഴുതിയിരിക്കുന്നത്. പാസ്റ്ററെ, കാര്യത്തോടടുത്ത് വരണമെന്ന് എന്ന് വെച്ചാൽ ചില ആൾക്കാർ വിവാഹത്തോടുള്ള ബന്ധത്തിൽ പറയും, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഉള്ളതുപോലെയൊക്കെ കൈകാര്യം ചെയ്താൽ മതി എന്ന് പറയും. അതൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും തനിനിറം വെളിപ്പെടുന്നത്. അതാണ് അവർ ഉദ്ദേശിച്ചത്. കാര്യത്തോടടുത്ത് വരണം, ആളുകളുടെ നേച്ചർ മനസ്സിലാക്കാനായിട്ട്. അത് ഒരളവിൽ സത്യമായ കാര്യമാണ്. എന്നാൽ എല്ലാവരും അങ്ങനെയൊന്നുമല്ല. വളരെ ജെൻറ്റിലായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. എൻ്റെ അന്വേഷണത്തിലും പഠനത്തിലും എനിക്ക് വെളിപ്പെട്ട് കിട്ടിയ ചില ബോധ്യങ്ങളാണ്. മറ്റ് ഇതര സമൂഹങ്ങൾ, അതായത് ക്രൈസ്തവമായ ലേബലിൽ നിൽക്കുന്ന മറ്റൊത്തിരി കൂട്ടങ്ങളുണ്ടല്ലോ, ആ കൂട്ടങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നിലയിൽ, വളരെ ആരോഗ്യകരമായ നിലയിൽ ഉയർന്ന ചിന്താഗതിയുള്ള ധാരാളം പേരെ ഞാൻ പെന്തക്കോസ്ത് സമൂഹത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. വളരെ ഗൗരവമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ആരെയും വേദനിപ്പിക്കാതെ മുഷിപ്പിക്കാതെ വിവാഹത്തിൻ്റെതായ മാന്യമായ നിലയിലേക്ക് കടന്നു പോകുന്ന ആളുകൾ. അതേസമയം തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എൻ്റെ ഒരു സ്നേഹിതൻ്റെ മകളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഒരു പാസ്റ്ററുടെ മകൻ്റെ ആലോചന വന്നെന്നും എല്ലാം പറഞ്ഞ് ഓക്കെ ആയിരുന്നിട്ട് അവസാനം എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റ് ഒന്ന് നിശ്ചയിക്കാനായിട്ട് ഒത്തുകൂടേണ്ട ഒരു സാഹചര്യം വരികയാണ്. ആ സമയത്താണ് ഈ പാസ്റ്റർ ചോദിക്കുന്നത്,
ഇനി കാര്യങ്ങളുടെ ഗൗരവത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ മകൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് തരും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി പറയണം. അതൊരു ധാരണയിലെത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ശരിയാവണ്ണം മുൻപോട്ട് പോകാൻ കഴിയൂ എന്നാണ് പാസ്റ്റർ പറഞ്ഞത്. അങ്ങനെയും പറയുന്നവർ പെന്തക്കോസ്റ്റിലുണ്ട്, അതിന് വിരുദ്ധമായ നിലയിലുള്ളവരും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. രണ്ട് കൂട്ടരും ഉണ്ട്. ഇപ്പോൾ ഈ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അങ്ങനെ തന്നെ മുൻപോട്ട് പോകും. ഏതെങ്കിലും സമയത്ത് അവർക്കൊക്കെ സുബോധം വെക്കട്ടെ. അതിനൊക്കെ എനിക്ക് ഉത്തരവുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഉത്തരം എനിക്കുണ്ട്. അതായത് ശരിയാവണ്ണം വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവർ എത്തിയിട്ടില്ല. ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടില്ല. അവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സാമ്പത്തികം ധാരാളം ആവശ്യമുണ്ടെന്നൊക്കെ ചിന്തിക്കുന്ന, പണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. അവർ ഈ ലോകത്തിലുള്ള കാര്യങ്ങളെയൊക്കെ അനുഗ്രഹം എന്നുള്ള നിലയിൽ പരിഗണിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിനൊക്കെ അപ്പുറമായ നിലയിൽ അവർ ചിന്തിക്കണമെങ്കിൽ ആ ഒരു ഉയർന്ന നിലയിലുള്ള ആത്മീയ അവസ്ഥയിലേക്ക് വരണം. അങ്ങനെ ആത്മീയ അവസ്ഥയിലേക്ക് വരാത്ത ആളുകളെ നമുക്ക് തല്ലിക്കൊട്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോ മെസ്സേജ് പറഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കഴിഞ്ഞ ആഴ്ച വിവാഹ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞതിൽ യോഗ്യമല്ലാത്ത നിലയിൽ വിവാഹ വേദിയിലേക്ക് വരുന്ന വധുവരന്മാരെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ തന്നെ മറ്റൊരു ദൈവദാസൻ ഈ വിവാഹ സംബന്ധമായ വിഷയങ്ങൾ സംസാരിച്ചതിൽ ഈ സ്ത്രീധന സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോകാൻ ബുദ്ധിമുട്ടുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ പറഞ്ഞു. അതും കഴിഞ്ഞിട്ട് മൂന്നാമത് ഞാൻ മറ്റൊരു വീഡിയോ കണ്ട കാര്യവും കൂടെ നിങ്ങളോട് സൂചിപ്പിച്ചു. എന്നാൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടന്നില്ല. ആ വീഡിയോ 2-3 ആഴ്ച മുമ്പാണ് ചിലർ എനിക്ക് അയച്ചു തന്നത്. അപ്പം വൈറലായി വരുന്ന വീഡിയോ ഒക്കെ ആണെങ്കിൽ ഒന്നിലധികം ആളുകളൊക്കെ അയക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു വൈറലായിട്ടുള്ള വീഡിയോ ആണ്, ധാരാളം പേര് ശ്രദ്ധിക്കുന്നതാണ് എന്നുള്ളത്. ആ വിവാഹവേദിയിൽ പ്രസംഗിച്ച ഉപദേശിയുടെ ഉപദേശങ്ങളും ആശയങ്ങളെയും കുറിച്ചൊക്കെ നമ്മുടെ മറ്റു ചില മെസ്സേജുകളിലൊക്കെ ഞാൻ പരാമർശിച്ചിരുന്നു കഴിഞ്ഞ നാളുകളിൽ. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ പറയണമെന്ന് എൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നു. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ വീഡിയോ ശരിക്കും കാണുന്നത് ഒരു 1.5 വർഷം പുറകിലാണ്. ഇത് പുതിയ വീഡിയോ അല്ലായിരുന്നു കണ്ടത്. 1.5 വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗമായി വന്നൊരു വീഡിയോ ആയിരുന്നു. ഒരു വിവാഹവേദിയിൽ നിന്നുകൊണ്ട് ഒരു ശുശ്രൂഷകൻ പ്രസംഗിക്കുന്നു. വിവാഹം നടത്തി കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പ്രസംഗിക്കുന്ന ആ പ്രസംഗം, അതിൻ്റെ ഹ്രസ്വമായ ഭാഗങ്ങളാണ് ഫേസ്ബുക്കിലൂടെയൊക്കെ ധാരാളം പ്രചരിച്ചത്. അത് ലക്ഷോപലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ധാരാളം പേര് എനിക്കും അയച്ചു തന്നിട്ടുണ്ട്. അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അങ്ങനെ വൈറലായി പോയിരുന്നു. പെന്തക്കോസ്റ്റ് ലോകത്തെ വലിയ പങ്കിലും ആ മെസ്സേജ് അങ്ങ് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഓപ്പണായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നു എന്നുള്ള നിലയിലാണ് ആളുകൾ അതിനെ വിലയിരുത്തിയത്. ഇങ്ങനെ പറയാൻ ആർക്ക് തൻ്റെ ഇടമുണ്ട്? ഇത്ര സത്യസന്ധമായി വസ്തുതകളെ കൃത്യമായി പറയുന്നു എന്ന നിലയിലാണ് 99% ആളുകളും അത് ഏറ്റെടുത്തത്. 99% ആളുകളും, 98 ഒന്നുമല്ല, 99% ആളുകളും ഏറ്റെടുത്തത്. അപൂർവ ആളുകൾ മാത്രമേ അതിനോട് വിയോജിച്ച് കാണുകയുള്ളൂ. ഞാൻ അതിനോട് വിയോജിച്ചയാളാണ് അതിൻ്റെ തുടക്ക സമയത്ത്. ഞാൻ പറഞ്ഞല്ലോ, 1.5 വർഷം മുമ്പ് അത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ആ വിവാഹവേദിയിൽ നിന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ അനുചിതമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അത് അനുചിതമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും ഒരുപോലെ സംസാരിക്കാനായിട്ട് കഴിയില്ല. ഞാൻ കണ്ട വീഡിയോയിലെ ആ ശുശ്രൂഷകൻ വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രസംഗിച്ച് തുടങ്ങുന്ന കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അല്പമായിട്ട് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാം. അതിൽ എനിക്ക് അനുചിതമായി തോന്നിയ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെന്തക്കോസ്ത് സമൂഹത്തിനിടയിൽ ജാതി ചിന്തയുണ്ട്. അക്രൈസ്തവ മാർഗത്തിൽ നിന്ന് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുന്ന യുവാക്കളുടെ വിവാഹം ഇവിടെ നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെയുള്ള നിലയിലാണ് കാര്യങ്ങളെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: വേദിയിലിരിക്കുന്ന മണവാളനെയും മണവാട്ടിയുടെയും മാതാപിതാക്കൾ ഈ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് മുൻപോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ 2 പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകളാണ്. അതായത് വരൻ എന്ന് പറയുന്നയാൾ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസ വഴിയിലേക്ക് വന്നൊരു കുടുംബത്തിലെ അംഗമാണ്. ഈ പെൺകുട്ടി അല്ലാത്ത പശ്ചാത്തലത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്. ഒരു പാസ്റ്ററുടെ മകളാണ്. വലിയ പ്രായമില്ലാത്തൊരു പെൺകുട്ടിയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി. അതിനുശേഷം അദ്ദേഹം പറയുന്നത്, മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവരുടെ ഇടയിൽ ഇങ്ങനെ 2 പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളുകൾ വിവാഹം കഴിക്കാൻ പാടില്ലെന്നൊരു അലിഖിത നിയമം ഉള്ളതുപോലെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്നുള്ള നിലയിലാണ് പറയുന്നത്. 2 പശ്ചാത്തലം. ഒന്ന് ക്രൈസ്തവമായ പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടയാൾ, മറ്റൊരാൾ ഹൈന്ദവ പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് 2 പേരും വിശ്വാസ വഴിയിലേക്ക് വന്നു എന്ന് പറയുന്ന ആളുകൾ തമ്മിൽ അങ്ങനെ വിവാഹം കഴിക്കുന്നത്
എന്തോ വലിയ പാതകമാണെന്നുള്ള നിലയിൽ ഇവിടെ പറയാതെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നിശബ്ദമായ ആളുകളുടെ ഇടയിൽ ഒരു സംസാരമുണ്ട്, അങ്ങനെ ഒരു അലിഖിത നിയമമുണ്ട് എന്നുള്ള നിലയിൽ. അദ്ദേഹം പറഞ്ഞത് ക്രൈസ്തവരുടെ ഇടയിൽ നിന്നാണ്. എന്നാൽ പിന്നീട് പറഞ്ഞു വരുമ്പോൾ അത് പെന്തക്കോസ്തുകാരുടെ ഇടയിലും അങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ള നിലയിലാണ് പറഞ്ഞ് സ്ഥാപിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. ഈ വിവാഹത്തോടുള്ള ബന്ധത്തിൽ വരൻ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്നതാണെന്നും വധുവായ പെൺകുട്ടി ക്രൈസ്തവമായ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണെന്നും പറഞ്ഞത് കേട്ടല്ലോ. എന്നിട്ട് അദ്ദേഹം ഊന്നി പറയുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഹൈന്ദവ മാർഗത്തിൽ നിന്നൊക്കെ വരുന്ന യുവാക്കൾക്കാകട്ടെ യുവതികൾക്കാകട്ടെ ഇവിടെ തക്കതായ നിലയിലുള്ള വിവാഹം നടത്തി കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി ആരോട് സുവിശേഷം പറയരുത്. മറ്റ് മതപശ്ചാത്തലത്തിലുള്ള ആളുകളോട് നിങ്ങൾ സുവിശേഷം പറയരുത്. അവരെ സുവിശേഷം പറഞ്ഞ് വിശ്വാസ വഴിയിലേക്ക് കൊണ്ടുവരരുത്. കൊണ്ടുവന്നാൽ അവരുടെ വിവാഹം നടക്കില്ലല്ലോ. അവരുടെ വിവാഹം നടക്കില്ല എന്ന കാരണത്താൽ അങ്ങനെ ആളുകളെ കൊണ്ടുവരരുത് എന്നുള്ള നിലയിലാണ് ഇദ്ദേഹം അവിടെ തുടക്കത്തിൽ പറയുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മാനസിക ബുദ്ധിമുട്ട് തോന്നി. ആ വിവാഹവുമായി ബന്ധപ്പെട്ട ആ സദസ്സിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മളൊരു ഭാവനയെ കണ്ടേ. ഈ പയ്യൻ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞല്ലോ. ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്ന ധാരാളം പേര് വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും അവരുടെ സ്നേഹിതരും മറ്റും ഒക്കെ അവിടെ കടന്നു വന്നിട്ടുണ്ടാകും. പല പശ്ചാത്തലങ്ങളിലുള്ളവരുണ്ടാകും. അവരുടെയൊക്കെ മുൻപിൽ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ജാതി ചിന്തയുണ്ട്. അതൊരു വാസ്തവമാണ്. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ജാതി ചിന്തയുണ്ട്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. അതുണ്ടെന്നുള്ള സത്യമാണ്. അത് ഈ വിവാഹവേദിയിലല്ല പറയേണ്ടത്. അത് പറയാനായിട്ടുള്ള ധാരാളം ഒക്കേഷൻസ് ഉണ്ട്. അത് ഏതെങ്കിലും കൂട്ടായ്മകളിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ജനത്തെ ഉദ്ബോധിപ്പിക്കുക. പലതരം മീറ്റിങ്ങുകളിൽ ശുശ്രൂഷകരെ വിളിക്കുമല്ലോ. അങ്ങനെ വിളിക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയുക. ഇവിടെ വന്നിരിക്കുന്ന ആളുകളോട് ഇവിടെ ജാതി ചിന്തയുള്ള മനുഷ്യരുണ്ട് എന്ന് പറയുമ്പോൾ, സൗരങ്ങളെ, ഞാൻ 1.5 വർഷം മുമ്പ് ആ മെസ്സേജ് കേൾക്കുമ്പോൾ എൻ്റെ വൈഫിൻ്റെ ഒരു കസിൻ്റെ മകൻ്റെ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തിട്ട് വരുന്ന വഴിക്ക് അത് കേൾക്കുന്നത്. അവർ പറഞ്ഞു വന്നാൽ ഒരു സിറിയൻ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസ വഴിയിലേക്ക് വന്ന ആളുകളാണ്. ആ പയ്യൻ്റെ അപ്പൻ അസംബ്ലീസ് ഓഫ് ഒരു പാസ്റ്ററാണ്. അവൻ വിവാഹം കഴിച്ചത് ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസ വഴിയിലേക്ക് വന്ന യോഗ്യയായൊരു പെൺകുട്ടിയാണ് അവൻ വിവാഹം കഴിച്ചത്. അവർ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ യോഗ്യയായൊരു പെൺകുട്ടിയാണ് അവരന്വേഷിക്കുന്നത്. അവരല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ആയിരിക്കണോ അങ്ങനെ ആയിരിക്കണോ എന്നൊന്നും അവർ ചിന്തിച്ചില്ല. ഹൈന്ദവ മാർഗത്തിൽ നിന്ന് തനിച്ച് വിശ്വാസത്തിൽ വന്ന ആ പെൺകുട്ടിയെ ആ പയ്യൻ വിവാഹം കഴിച്ചു. ആ കല്യാണത്തിന് ആദ്യോടന്തം പങ്കെടുത്തയാളാണ് ഞാൻ. അവിടെയൊന്നും അങ്ങനെ ഒരു ചിന്തകളോ സംസാരങ്ങളോ ഒന്നും അവിടെ കടന്നു വന്നിട്ടില്ല. അതെല്ലാം കൂടിയിട്ട് വരുന്ന വഴിക്കാണ് ഞാൻ ഇങ്ങേരുടെ ഈ പ്രസംഗം കേൾക്കുന്നത്. പെന്തക്കോസിൽ ഹൈന്ദവ മാർഗത്തിൽ നിന്നും മറ്റ് ഇസ്ലാമിൽ നിന്നും മറ്റ് ഏതെങ്കിലുമൊക്കെ മാർഗത്തിൽ നിന്ന് വരുന്ന ആളുകളുടെ കല്യാണം നടക്കില്ല, ഇവിടെ അങ്ങനെ ഒരു രീതിയില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രസംഗിച്ച് വരികയാണ്. അതായത് ഈ പ്രസംഗിക്ക് ഒരു കൂട്ടം ഓഡിയൻസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാൻസിൽപ്പെട്ട ആളുകളുണ്ട്. അവരുടെ കയ്യടിക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ അടിച്ചുവിടുന്നത്. അല്ലാതെ ദൈവസഭയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവരാജ്യത്തോട് പ്രതിപത്തി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലല്ല പറയേണ്ടത്. ഞാൻ അടിവരയിട്ട് പറയുകയാണ്, അതൊന്നും പറയേണ്ട വേദിയല്ല അത്. അതിനൊക്കെ വേറെ സാഹചര്യങ്ങൾ ലഭിക്കും. ആ സാഹചര്യങ്ങളിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറയേണ്ടത്. അല്ലാതെ ഇത്ര ആളുകളെ വിളിച്ചിരുത്തിയിട്ടല്ല അങ്ങനെയുള്ള കാര്യങ്ങളെ പറയേണ്ടത്. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയാം, നൂറുകണക്കിന് ആയിരക്കണക്കിന് കല്യാണങ്ങൾ പെന്തക്കോസ്തിൽ നടക്കുന്നു, ഹൈന്ദവ മാർഗത്തിൽ നിന്നും മറ്റിതര മാർഗങ്ങളിൽ നിന്ന് വന്ന ആളുകളൊക്കെ. എന്നാൽ എല്ലാവരും അങ്ങനെ ചാടിക്കയറി കെട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കാം. അതിനൊക്കെ കൃത്യമായ കാരണമുണ്ട്. കാരണം എന്താ? കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിർമ്മലമായ സുവിശേഷം മലയാളക്കരയിൽ പ്രസംഗിക്കപ്പെടുന്നില്ല. നിർമ്മലമായ സുവിശേഷം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന പ്രസംഗികളൊക്കെ വളരെ കുറവാണ്. ദൈവരാജ്യത്തെക്കുറിച്ചും അതിൻ്റെ ആഴങ്ങളെക്കുറിച്ചും ആളുകൾക്ക് ഗ്രാഹ്യമില്ല. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ അതിൻ്റെ 30 വരെയുള്ള ആ വേദഭാഗങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ശുശ്രൂഷകർ അവരുടെ വിശ്വാസികളെ കാര്യങ്ങളെ ധരിപ്പിക്കുന്നില്ല. വിശ്വാസികളുടെ വിചാരം അവരെന്തോ സംഭവമാണെന്നാണ്. അവരേതോ മതിലെ കിളിർത്തിയ ആളുകളാണ്, അവിടെ നിന്ന് ചാടി വന്നവരാണ്, അവർക്ക് അതേ നിലയിലുള്ള വിവാഹ ആലോചനകളാണ് വരേണ്ടത്, ഞങ്ങൾ കുറഞ്ഞ ആൾക്കാരൊന്നുമല്ല കൂടിയ ആൾക്കാരാണ് എന്ന സങ്കല്പം ആളുകൾക്കുണ്ട്. ആ സങ്കല്പങ്ങൾ ഉടയ്ക്കണം. വചന ശുശ്രൂഷയിൽ അതൊക്കെ ചെയ്യണം. വചനത്തെ മുൻനിർത്തിക്കൊണ്ടല്ലേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാതെ കല്യാണവേദി വന്നിട്ടല്ല കസരത്ത് നടത്തേണ്ടത്. കല്യാണവേദിയിലല്ല ഈ കസരത്ത് നടത്തേണ്ടത്.
സഹോദരങ്ങളെ, സങ്കടകരമായ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങളത് സഹോദരങ്ങളെ, സങ്കടകരമായ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങളത് ഗ്രഹിച്ചോ എന്ന് എനിക്കറിയില്ല. എന്താ സങ്കടകരമായ കാര്യം? ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. കാതലായൊരു കാര്യം പറഞ്ഞ എന്താ? നിങ്ങൾ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് വേണ്ട വിവാഹം നടത്താനായിട്ട് പ്ലാനും പദ്ധതിയും ഇല്ലെങ്കിൽ നിങ്ങൾ അക്രൈസ്തവരായ ആളുകളോട് സുവിശേഷം പറയരുത്. നിങ്ങൾ അവരെ സുവിശേഷം പറഞ്ഞ് ഈ മാർഗത്തിൽ കൊണ്ടുവരരുത്. അവരുടെ കല്യാണം നടക്കില്ലല്ലോ. അതിന് സങ്കടം എന്താ? ലോക മണ്ടത്തരമല്ലേ പറയുന്നത്? ലോക മണ്ടത്തരം. അക്രൈസ്തവ മാർഗങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ കണ്ടെത്തി നിത്യരക്ഷയുടെ ഭാഗമായി ദൈവരാജ്യത്തിലേക്ക് വരുന്നൊരു കല്യാണം കഴിക്കാൻ വരുന്നതാണോ? ആണോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. അവരുടെ ഫോക്കസ് എന്ന് പറയുന്ന, അവരുടെ ഗോൾ എന്ന് പറയുന്ന കല്യാണമാണോ? അക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഒരു യുവാവാകട്ടെ ഒരു യുവതിയാകട്ടെ, അവർ വീണ്ടും ജനിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് കല്യാണം കഴിക്കാനാണോ? മറുചോദ്യം ഉണ്ടെന്ന് എനിക്കറിയാം. മറുചോദ്യം എന്താ? കല്യാണം കഴിക്കണ്ടേന്ന്. കല്യാണമൊക്കെ കഴിക്കണമെന്നേ, അതിനൊന്നും ഒരു പ്രാധാന്യമില്ല. ദൈവരാജ്യത്തിൽ അതിനൊന്നുമല്ല പ്രാധാന്യം. ആദ്യം നിന്റെ രക്ഷ ഉറപ്പിക്ക്. തീപ്പൊയ്കയാണ് നിന്നെ കാത്തിരിക്കുന്നത്. ആ തീപ്പൊയ്കയിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ. അതിനെന്ത് പ്രാധാന്യമാണ് കൊടുക്കാനുള്ളത്? കല്യാണത്തിനാണോ പ്രാധാന്യം? അതിനാണോ അമിതമായ ഇമ്പോർട്ടൻസ് ഉള്ളത്? നമ്മുടെ രക്ഷയ്ക്കല്ലേ പ്രാധാന്യം. രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നൊരു ശുശ്രൂഷകൻ്റെ അതിരത്തിൽ നിന്ന് ഈ സൈസ് വിവരക്കേട് വരുമോ? കടുത്ത വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഞാൻ അത്രയും പറയുന്നില്ല. രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ശുശ്രൂഷകന്, അതിന് ഗൗരവം അറിയാവുന്ന ഒരാൾക്ക് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയില്ല. പെന്തക്കോസ്തുകാരുടെ കല്യാണ വേദികളിൽ മുഴങ്ങി കേൾക്കുന്നൊരു സ്വരമാണ്, ഈ കല്യാണം ഇതൊരു ടെമ്പററി മാരേജാണ്. എന്നാൽ യഥാർത്ഥമായൊരു മാരേജ് വരുന്നു, കുഞ്ഞാടിൻ്റെ കല്യാണം വരുന്നു. അതിൽ പങ്കാളിത്തം വഹിക്കണമെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവരവിടെ പറയും. ശുശ്രൂഷകർ പൊതുവെ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. ജനത്തെ അങ്ങനെ ഒരു ആഹ്വാനത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. നടക്കാൻ പോകുന്ന മഹത്തരമായ ഒരു വിവാഹത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഈ വേദികളിൽ സാധാരണ മുഴങ്ങാറുണ്ട്. സാധാരണ, അതിൽ വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. സാധാരണഗതിയിൽ അങ്ങനെ മുഴങ്ങും. അപ്പോൾ കേൾവിക്കാരായ ആളുകളുടെ ഉള്ളിൽ ഒരു ചെറിയ ചിന്ത അതിലൂടെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചെറിയൊരു ചിന്ത. എന്താ ചിന്ത? ഇവരിപ്പോൾ നടത്തുന്ന ഈ വിവാഹം എന്ന് പറയുന്നതിൻ്റെ, ഇവരിപ്പോൾ നടത്തുന്ന ഈ വിവാഹം ഒരു നിഴലാണ്. ഇതിൻ്റെ പൊരുളായ വിവാഹം, അതായത് അസൽ വിവാഹം, ആ ഒരു കാര്യം, അത് ക്രിസ്ത്യാനിറ്റിയുടെ ഫോക്കസാണ്. അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് അതാണ്. അവരതിന് വലിയ ഊന്നൽ കൊടുക്കുന്നവരാണ്, ഗൗരവമുള്ളവരാണ്. അപ്പോൾ അത് എന്താണ്, ഏതാണ്, അതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണെന്നൊക്കെ ചിലപ്പോൾ 1000 പേര് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ ഒരാൾ അന്വേഷിക്കും. 1000 പേര് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2 ആൾ അന്വേഷിക്കും, ചിലപ്പോൾ 3 ആൾ അന്വേഷിക്കും. 1000 പേരും അന്വേഷിക്കണമെന്നില്ല സഹോദരങ്ങളെ. 1-2 പേരെങ്കിലുമൊക്കെ അന്വേഷിക്കുമെന്നേ. ഇങ്ങനൊരു വിവാഹത്തിൽ പങ്കെടുത്തു എന്ന ഒറ്റ കാരണത്താൽ അവരുടെ ജീവിതത്തിൽ രക്ഷയിലേക്കുള്ളൊരു വാതിൽ തുറക്കലായിട്ട് മാറാൻ മേലെ, അത് സംഭവിക്കാൻ മേലെ. എത്രയോ മരണവീടുകളിൽ ആളുകൾ മാറത്തടിയോടുകൂടി അവരുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് രക്ഷകനെ കണ്ടെത്തിയ ചരിത്രം മലയാളക്കരയിലുണ്ട്. ഇന്നങ്ങനെ അധികം സംഭവിക്കുന്നില്ലായിരിക്കാം, പക്ഷേ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മരണവീടുകളിൽ, വിവാഹവേദികളിൽ, അതുപോലെ പല ഒക്കേഷനുകളിലും ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് അധികാരത്തോടെ ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുമ്പോൾ കേൾവിക്കാരുടെ ഉള്ളിൽ സ്പർശനം ഉണ്ടാകുകയും അവർ രൂപാന്തരാനുഭവത്തിലേക്ക് വരുന്ന ധാരാളം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മലയാളക്കരയിൽ സംഭവിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ അങ്ങേ കോണിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിലെ മണ്ടത്തരം എന്താ? ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന കല്യാണം കഴിക്കാനല്ല. അപ്പോൾ തന്നെ നമ്മൾ സമൂഹത്തിൽ വർദ്ധിക്കുന്നു എന്ന കാരണത്താൽ വിവാഹം ദൈവം അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ വിവാഹത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അത് അടുത്ത പടിയാണ് സഹോദരങ്ങളെ. ഇതിനകത്തേക്ക് കടന്നു വരിക എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. വിവാഹവേദിയിലോ മരണവേദിയിലോ എന്തെങ്കിലും ആകട്ടെ, അവിടെ വെച്ച് ഈ സുവിശേഷം കേട്ട് ഈ വഴിയിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണെങ്കിൽ, ഒരു സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ കടന്നു വരികയാണെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തിയിൽ പരിവർത്തിച്ചു എന്ന കാരണത്താൽ, അവർക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി എന്ന കാരണത്താലല്ലേ അവർ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ചുമ്മാതെയൊന്നും അല്ലല്ലോ. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ സത്യം എന്താ? പിതാവ് ആകർഷിച്ച് കൊണ്ടുവന്നിരിക്കുന്ന അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം ഉണ്ടായി. പുത്രൻ്റെ ക്രൂശിങ്കിലൂടെ രക്ഷയെ അവർ ആസ്വദിക്കുകയാണ്. യേശുക്രിസ്തു എന്ന രക്ഷിതാവിനെ അവർ കണ്ടെത്തുകയാണ്. രക്ഷിതാവിനെയാണ് കണ്ടെത്തുന്നത്.
അപ്പോൾ അവരെ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിച്ച രക്ഷകനായ ക്രിസ്തു തുടർന്ന് അവരുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടില്ലേ? അവരെക്കുറിച്ച് ഒരു കരുതലും ഉണ്ടാകില്ലേ? അവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക മാത്രമേ ഉള്ളൂ, ബാക്കി കാര്യങ്ങളൊന്നും അവരെ അഡ്വൈസ് ചെയ്യില്ലേ? അവരെ കരം പിടിച്ച് നടത്തില്ലേ? അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യില്ലേ? എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ക്രൈസ്തവമോ എന്ത് മാർഗമാകട്ടെ, ഏത് മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തിയാണെങ്കിലും ആ വന്ന വ്യക്തികൾക്ക് കരുതുന്നൊരു പിതാവിനെയല്ലേ അവർ കണ്ടെത്തുന്നത്? കരുതുന്നൊരു പിതാവിനെ, ഒരു നല്ല സഖിയല്ലേ കണ്ടെത്തുന്നത്? ഒരു ആശ്വാസപ്രദനെയല്ലേ കണ്ടെത്തുന്നത്? ഒരു ആലോചനക്കാരനെയല്ലേ കണ്ടെത്തുന്നത്? ദുർഘട മേടുകളിൽ ചുമലിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ഇടയനെയല്ലേ കണ്ടെത്തുന്നത്? എൻ്റെ ദൈവമേ, ഇതൊക്കെയല്ലേ ആത്മീയ സത്യങ്ങൾ? അങ്ങനെ ഒരു ഇടയനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതിന് പകരം ഇങ്ങനെയാണോ പറയേണ്ടത്? ആ ഇടയൻ നടത്തുമെന്നേ. ഈ രക്ഷിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെ അവരുടെ സ്വർഗീയ പിതാവ് അവർക്ക് വേണ്ടി കരുതുന്നില്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ മനഃപൂർവ്വമായിട്ട് ഇവരുടെ ഒന്നും കല്യാണം നടക്കരുത് എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യാൻ പോകുന്നില്ലല്ലോ. നമ്മളാരെങ്കിലും ബ്ലോക്ക് ചെയ്യാൻ പോകുന്നുണ്ടോ? പെന്തക്കോസ്റ്റ് ലോകത്തുള്ള ആളുകൾ ഹൈന്ദവ മാർഗത്തിൽ നിന്ന്, ഇസ്ലാമിൽ നിന്നും, പാർസിയിൽ നിന്നും, സിക്കിൽ നിന്നൊക്കെ വരുന്ന ആളുകളുടെ കല്യാണം നടക്കരുത്, നമുക്കതിനു വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന വയ്ക്കാം, നമുക്കതിനുവേണ്ടി ഒരു ക്യാമ്പയിൻ നടത്താം എന്നാരെങ്കിലും പറയുന്നുണ്ടോ? എന്നൊന്നും ആരും പറയുന്നില്ല. പിന്നെ ചില മനുഷ്യർ അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകളെ വിവാഹം കഴിക്കാനായിട്ട് അത്ര ഉത്സാഹം കാണിക്കാറില്ല. അങ്ങനെ ഉത്സാഹം കാണിക്കാത്ത ആളുകളെ സംബന്ധിച്ച് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? അവർ ആത്മീയത്തിൽ വളർന്നിട്ടില്ല, അവർക്ക് ശരിയായ വെളിപ്പാട് ലഭിച്ചിട്ടില്ല. ആ കാരണത്താലാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന, ശുഷ്കമായ ചിന്തയുള്ള, ഉയർന്ന ചിന്താഗതി ഇല്ലാത്ത അത്തരം വ്യക്തികളുടെ ഭവനത്തിലേക്ക് നമ്മുടെ മകളെ കല്യാണം കഴിച്ചു വിടണോ? അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്ന് നമ്മുടെ മകന് അങ്ങനെ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമുണ്ടോ? സൗരങ്ങളെ ജാതീയമായ ചിന്തകൾ, പിന്നെ മറ്റ് പല രീതിയിലുള്ള ചിന്തകളും ഒക്കെ പുലർത്തുന്ന ആളുകൾ അവരിൽ നിന്ന് കല്യാണം കഴിക്കണമെന്ന് നമ്മളെന്തിനാണ് ശാഠ്യം പിടിക്കുന്നത്? അവർക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ പോകട്ടെ. ഉയർന്ന ചിന്തകളും ഉയർന്ന മൂല്യങ്ങളുമുള്ള ആളുകളെ, അങ്ങനെയുള്ളവരെ വിവാഹം കഴിക്കാനാണ് അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകളും ചിന്തിക്കേണ്ടത്. അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്ന യുവാവാകട്ടെ യുവതിയാകട്ടെ അവരെന്താ മനസ്സിലാക്കേണ്ടത്? അവരിവിടെ തേടേണ്ടത് ആരെയാ? ആത്മീയരെയല്ലേ അവർ തേടേണ്ടത്. ആത്മീയരെയാണ് അന്വേഷിക്കേണ്ടത്. ആത്മീയരെ കണ്ടെത്തി ആത്മീയരുമായിട്ടുള്ള വിവാഹത്തിനാണ് അവർ ഉത്സാഹിക്കേണ്ടത്. അപ്പോൾ പെന്തക്കോസ്തിൽ മുഴുവനും ആത്മീയരല്ലെന്ന് ചോദിച്ചാൽ നോ, അങ്ങനെയല്ല. പെന്തക്കോസ്തിൽ ആത്മീയരുണ്ട്, ജഡീകരുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം, ഇതിനകത്ത് സമ്മിശ്ര ജാതികളുമുണ്ട്. എന്നുവെച്ചാൽ പെസഹായും ചോരത്തലി ആചരിക്കാതെ ചെങ്കടൽ കടന്ന ആൾക്കാർ, രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടവർ, അതൊക്കെ ധാരാളം ഇതിനകത്തുണ്ട്. അത്തരക്കാരിൽ നിന്ന് കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചാൽ എന്ത് കിട്ടാനാണ് നീ? അത്തരക്കാരിൽ നമ്മൾ ഉയർന്നതായ ചിന്താഗതികൾ പ്രതീക്ഷിച്ചാൽ അങ്ങനെ കിട്ടില്ല. നമ്മൾ ശാഠ്യം പിടിച്ചിട്ട് കാര്യമില്ല, അതൊന്നും പരസ്യമായി പ്രസംഗിച്ചിട്ടും കാര്യമില്ല. അതിന് ശുശ്രൂഷകർ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോമുകളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ജനത്തെ ബോധവൽക്കരിക്കുക. യൂത്ത് മീറ്റിങ്ങുകളില്ലേ, ആ യൂത്ത് മീറ്റിങ്ങുകളിൽ ഒരു അവബോധം കൊടുക്കുക, നല്ല രീതിയിൽ ഒരു ബോധ്യത്തിലേക്ക് യൗവനക്കാരെ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ജനം ആത്മീയമായി ഒത്തിരി താഴെ തട്ടിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ആത്മീയമായി ഒത്തിരി താഴെയാണ്. അങ്ങനെ കിടക്കുന്ന അവസരത്തിൽ അവരുടെ ചിന്തകൾ മുഴുവനും താഴെയുള്ള കാര്യങ്ങളായിരിക്കും. എന്നുവെച്ചാൽ ഭൂമിയിലെ കാര്യങ്ങളായിരിക്കും, ഈ ആയുസിൽ മാത്രം പ്രത്യാശയുള്ള കാര്യങ്ങളായിരിക്കും. അവർ പലതിലും പുകഴും. എന്തിനു പറയുന്നു? നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിൽ ഈ അനുഗ്രഹവും നന്മയെന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള എത്ര പാസ്റ്റേഴ്സ് ഉണ്ട്? അനുഗ്രഹം എന്നുള്ള വാക്ക് സാധാരണ ഉപയോഗിക്കുമല്ലോ, നന്മ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കും. അതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള എത്ര പേരുണ്ട്? ഇന്നലെ വൈകിട്ടത്തെ മെസ്സേജിൽ ഞാൻ പറയുമായിരുന്നു, ലാസ്റ്റ് സമയത്ത് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. സാധാരണ പെന്തക്കോസ്ത് സമൂഹത്തിനിടയിൽ പ്രസംഗകർ പ്രസംഗിക്കുകയും ജനം വിശ്വസിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്നു. അവർ വളരെ കഷ്ടങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചിരുന്ന മനുഷ്യരാണ്. ജോലിയില്ല, വേലയില്ല, അല്ലെങ്കിൽ രോഗമോ, അങ്ങനെ പല കാരണങ്ങളാലൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ
അവരുടെ അവസ്ഥയ്ക്ക് വലിയ മാറ്റം വരുന്നു, അവരുടെ ഭൗതിക നിലവാരങ്ങൾ മാറുന്നു, മക്കളുടെ പഠനം നല്ല നിലയിൽ വരുന്നു, അവർ പഠിച്ച് ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുന്നു, അവർ വിദേശ രാജ്യങ്ങളിലൊക്കെ ചേക്കേറുന്നു, അങ്ങനെ ഉയർന്ന ജോലികൾ കരസ്ഥമാക്കുന്നു, ഡോളറോ ദിനാറോ ദിർഹമോ പൗണ്ടോ ഏതാണ്ടൊക്കെ വരുന്നു. ഈ സാധനങ്ങളൊക്കെ വന്ന് ഇങ്ങനെ കുമിഞ്ഞുകൂടാൻ ആരംഭിച്ചു. അപ്പോൾ പെന്തക്കോസ്ത് പാസ്റ്റർമാരും അതിലെ മൂപ്പന്മാരും പിന്നെ അങ്ങനെയൊക്കെയുള്ള ആളുകളെല്ലാം സീനിയർ മോസ്റ്റ് പെന്തിക്കോസ്തുകാരെല്ലാം പറയാൻ തുടങ്ങും, അവരനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, അവർ ഉയർച്ച പ്രാപിച്ചിരിക്കുന്നു എന്ന നിലയിലാണ് ആളുകൾ സംസാരിക്കുന്നത്. ദൈവം അവരെ മാനിച്ചു എന്ന് പറയും, ദൈവം അവരെ മാനിച്ചു എന്ന്. പക്ഷെ നമ്മളുടെ ടീച്ചിങ് അങ്ങനെയല്ല സഹോദരങ്ങളെ. അത് വെറും മണ്ടൻ ചിന്താഗതി, ദൈവവചനത്തിന് നിരക്കാത്ത ചിന്താഗതികളാണത്, വെറും പൊട്ടത്തരങ്ങളാണതല്ല. നമ്മളെങ്ങനെയാണ് ഈ വിഷയം പഠിപ്പിക്കുന്നത്? പാപത്തിൻ്റെ പടുകുഴി കിടക്കുന്ന ഒരുവൻ, നിലയില്ലാ കയത്തിൽ മുങ്ങിച്ചാകാൻ തുടങ്ങുന്ന ഒരുത്തൻ, ചേറ്റുകുഴി കിടക്കുന്ന ഒരുവൻ, അവിടെ നിന്ന് അവനെ സുവിശേഷം എന്ന ക്രെയിൻ ഉദ്ധരിക്കുകയാണ്. രക്ഷകൻ അവനെ ഉദ്ധരിച്ചു കൊണ്ടുവരികയാണ്. യാതൊരു സാധ്യതയില്ലാത്ത സ്ഥാനത്ത് മുങ്ങിത്താണ് പോകേണ്ടതാ തീപ്പൊയ്കയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരുവനെ വിടുവിച്ച് തൻ്റെ രാജ്യത്തിൽ കൊണ്ടുവരികയാണ്. തൻ്റെ രാജ്യത്തിൽ കൊണ്ടുവന്ന് തൻ്റെ ഡ്രീം പ്രൊജക്റ്റായ തൻ്റെ സഭയുടെ പണിയുടെ ഭാഗമാക്കി അവനെ മാറ്റുകയാണ്. ആ ഉന്നത വിളി കേട്ട് ദൈവരാജ്യത്തിലേക്ക് വന്നിരിക്കുന്ന ആ വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടവനെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? അവനിപ്പോൾ ദൈവസഭയിലെ മെമ്പർഷിപ്പ് ലഭിച്ചിരിക്കുകയാണ്. അവൻ സഭയാം ശരീരത്തിൻ്റെ ഭാഗമായി തീരുകയാണ്. അവൻ സഭയുടെ അംഗമായി തീർന്നു എന്ന ഒറ്റ കാരണത്താലാണ് അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. എങ്ങനെയാ? അവൻ ദൈവരാജ്യത്തിലേക്ക് വന്നു എന്ന കാരണത്താൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടു. ചുറ്റോട് ചുറ്റും കോടാനുകോടി മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ ഇടയിൽ നിന്ന് പാപിയായ ഈ വ്യക്തിയെ സുവിശേഷ നിമിത്തം വീണ്ടെടുത്ത് ദൈവസഭയുടെ പണിയുടെ ഭാഗമാക്കിയിരിക്കുന്നു, ദൈവസഭയിലേക്ക് കൊണ്ടുവന്നു. അതായത് ദൈവസഭയിലെ ഒരു അംഗം എന്ന നിലയിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ അവൻ അഭിമാനിക്കണം. അവൻ ഏത് കൂരയ്ക്കകത്താണ് കിടക്കുന്നതെങ്കിലും ഉടുതുണിക്ക് മറുതുണി ഉണ്ടോ ഇല്ലയോ അതൊക്കെ വേറെ വിഷയങ്ങൾ. അതൊന്നുമല്ല അനുഗ്രഹമായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ടത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അവനിപ്പോൾ രോഗിയായിരിക്കാം, അവനിപ്പോൾ കടബാധ്യതയുണ്ടായിരിക്കാം, അവന് മതിയായ സെക്യൂരിറ്റിയുള്ള ജോലി ഇപ്പോൾ ഉണ്ടായിരിക്കില്ല, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ അവനിപ്പോൾ അനുഗ്രഹത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അവൻ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു അവനിൽ വസിക്കുന്നു. അതൊരു വലിയ മർമ്മമാണ് അല്ലേ? വിജാതീയ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് പാപത്തിൻ്റെ പടുകുഴി കിടന്ന ഒരുവൻ, തോന്നിയതുപോലെ ജീവിച്ച ഒരുവൻ ഇന്ന് ദൈവ ശബ്ദം കേട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. ഇന്ന് വലിയവനായ ദൈവമായി ഒരു കമ്മ്യൂണിയനുണ്ട് അവന്. ആ ഒറ്റ കാരണത്താൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അവൻ അനുഗ്രഹത്തിലേക്ക് പ്രവേശിച്ചു എന്ന് നമ്മൾ പറയും. അവൻ അനുഗ്രഹ പൂർത്തിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവന് അനുഗ്രഹത്തിൻ്റെ അഡ്വാൻസ് ലഭിച്ചു, അച്ചാരം ലഭിച്ചു. ഇനി അതിൻ്റെ പൂർത്തിഭാഗത്തിലേക്ക് പോകും. ഇതാണ് ഉയർന്ന ചിന്താഗതി എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിൽ വന്നവൻ്റെ നിലയും നിലവാരം എന്താണെന്ന് നമ്മൾ പഠിക്കണം. അവൻ്റെ തലയെടുപ്പ് എന്താണെന്ന് പഠിക്കണം. അപ്പോൾ അക്രൈസ്തവ മാർഗത്തിൽ നിന്ന് വന്നെന്നോ ഇനി പാരമ്പര്യ ക്രൈസ്തവ മാർഗത്തിൽ നിന്ന് വന്നെന്നൊക്കെ പറഞ്ഞാലും സഹോദരങ്ങളെ, എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരിയും ദേഷ്യവും സങ്കടമൊക്കെ വരാറുണ്ട്. എന്നാ അക്രൈസ്തവം, എന്നാ ക്രൈസ്തവം? ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയെന്ന്. യഹൂദന് എന്തെങ്കിലും വിശേഷതയുണ്ടോയെന്നാണ് ബൈബിൾ ചോദിക്കുന്നത്. വിജാതിയർക്ക് എന്തെങ്കിലും വിശേഷതയുണ്ടോയെന്ന്? ഒരു വിശേഷതയില്ല. എല്ലാവരും ആദമിൻ്റെ മക്കൾ, എല്ലാവരും. ഈ ജാതി ചിന്തയും കാര്യങ്ങളും ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വലിയ ഡിബേറ്റുകളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങൾ പ്രസംഗിച്ചാൽ ഒരു കൂട്ടം ആൾക്കാർ കൈയടിക്കും. എനിക്കതറിയാം, ഒരു കൂട്ടം ആൾക്കാർ കൈയടിക്കും. അങ്ങനെ കൈയടിക്ക് വേണ്ടിയല്ല നമ്മൾ പ്രസംഗിക്കുന്നത്, യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ആളുകളുടെ ഉള്ളിൽ അങ്ങനത്തെ ചിന്ത വരുന്നതെന്ന് ചോദിച്ചാൽ, ശക്തമായ സുവിശേഷ ഘോഷണത്തിലൂടെ അവരെ വെളിപ്പാടുകളിലേക്ക് കൊണ്ടുവരുന്നില്ല. അങ്ങനെ കൊണ്ടുവന്നാൽ അവരിൽ മാറ്റം വരും. എൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ചിന്താഗതി ഒരിക്കലും വരാറില്ല. അപ്പോൾ ചോദിക്കും, പാസ്റ്റർ താങ്കൾ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്ന സഹോദരിയാണോ കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചാൽ, അല്ല, ഞാൻ സുറിയാനി പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഒരുത്തിയാണ് കെട്ടിയത്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ മുമ്പിൽ അന്ന് അങ്ങനെയാണ് വന്നത്. എൻ്റെ മുമ്പിൽ ഹൈന്ദവ മാർഗത്തിൽ നിന്നോ ഇസ്ലാമിൽ നിന്നോ സിഖുകാരുടെ ഇടയിൽ നിന്നോ പാർസികളുടെ ഇടയിൽ നിന്നോ ജൈനന്മാരുടെ ഇടയിൽ നിന്നോ ഒന്നും ഒരു ആലോചന വന്നില്ല സഹോദരങ്ങളെ. ഞാനിനി എന്ത് ചെയ്യും? 10-20 വർഷം മുമ്പ് അത് കഴിഞ്ഞും പോയി. ഇനിയിപ്പോൾ ഒന്നുകൂടെ പോയി കെട്ടാൻ പറ്റുമോ? അന്ന് എൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു ആലോചന വന്നായിരുന്നെങ്കിൽ ഞാൻ അതുപോലത്തെ വിപ്ലവകാരി തന്നെയായിരുന്നു. അങ്ങനെ കൃത്യമായ ഒരു ആലോചന വന്ന് എനിക്ക് ബോധ്യം ലഭിക്കുന്ന നിലയിലേക്ക് വന്നായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ കല്യാണം കഴിച്ചേനെ. ഞാനിന്ന് വിവാഹിതനാണ്. എൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ എബി കേട്ടിട്ടുണ്ടാവും, ഇവിടെ ഇരിക്കുന്ന വേറെ ആർക്കും അറിയില്ല.
ഞാൻ എൻ്റെ ഭാര്യയെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു കല്യാണത്തിന് വരുമ്പോൾ. എൻഗേജ്മെൻറ്റിന് വന്ന് അപ്പുറം ഇപ്പുറം ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. അതിനു മുമ്പ് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. എൻ്റെ കേൾവിക്കാർ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ എൻഗേജ്മെൻറ്റിന് വന്നപ്പോഴാണ് ഞാനും എൻ്റെ ഭാര്യയും തമ്മിലൊന്ന് കാണുന്നത്. രണ്ടുപേരും വന്ന് കസേരയിലിരിക്കുമല്ലോ. കസേരയിലിരുന്നിട്ട് നേരെ ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? അങ്ങനെ നോക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ രണ്ടുപേരും വന്ന് കസേരയിലിരുന്നു. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മുഖതാവിൽ കണ്ടത്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം വ്യക്തമായിട്ട് എന്നോട് ഇടപെട്ടു എന്ന കാരണത്താൽ ദൈവഹിതം കൃത്യമായി എൻ്റെ മുമ്പിൽ വന്നു. 3-4 ആലോചനകൾ ഒരുമിച്ച് നിൽക്കുകയാണ്. അതിൽ വളരെ കൃത്യമായി എനിക്ക് ബോധ്യം ലഭിച്ചു. ബോധ്യം ലഭിച്ച നിമിഷത്തിൽ ഞാൻ ആ ആശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ എൻ്റെ വിശ്വാസ വഴിയിൽ എന്നെ മെൻറ്റർ ചെയ്യുന്ന, എന്നെ ഉത്സാഹിപ്പിച്ചിരുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. അപ്പോൾ ആ വ്യക്തികളോട് ഞാൻ ഈ കാര്യങ്ങളെ പറഞ്ഞു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ പോയാണ് കണ്ടത്. കണ്ടിട്ട് ടെലിഫോണിലൂടെ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനു മുമ്പ് തന്നെ സ്വർഗത്തിലെ ദൈവം എനിക്ക് ആ ബോധ്യം തന്നു. ഞാൻ ആ ആശ്വാസത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവഹിതമാണെന്നുള്ളത്. അപ്പോൾ അത് ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്നതായിരുന്നാലും മുസ്ലിമിൽ നിന്ന് വന്നതായിരുന്നാലും എവിടെ നിന്ന് വന്നതായിരുന്നാലും ദൈവം അന്ന് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ നിശ്ചയമായും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നയാളാണ്. നിശ്ചയമായും അങ്ങനെ തന്നെ ചെയ്യും. അതിൻ്റെ കാരണം എന്താ? ദൈവഹിതത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്തു. അവിടെ മുതൽ ഇവിടം വരെ തുടർന്നും എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം ഇതാണ്. വിവാഹത്തോടുള്ള ബന്ധത്തിൽ ദൈവഹിതത്തിനാണ് പ്രാധാന്യം. ഇവിടെ ജാതിയും മതവും അതിനൊന്നും അല്ല പ്രാധാന്യം. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യത്തിന് പ്രാധാന്യം വരുന്നത്? ദൈവഹിതം വെളിപ്പെടുന്നില്ലെന്നേ. ദൈവഹിതം വെളിപ്പെടണമെങ്കിൽ ജനം ആത്മീയത്തിൽ ഉയർന്ന നിലയിൽ നിൽക്കണം. ഉയർന്ന നിലയിൽ നിൽക്കുമ്പോഴാണ് ദൈവഹിതമൊക്കെ വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ശേഷം മനുഷ്യരെ പോലെ മുൻപോട്ട് പോകാനേ പറ്റുകയുള്ളൂ. അപ്പോൾ എന്തിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്? ഈ വിഷയമൊക്കെ പറയാൻ എനിക്ക് പ്രാഗൽഭ്യം ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ സാരം. പ്രാഗൽഭ്യമുണ്ട്. ഞാൻ ആരോട് സ്ത്രീധനമൊന്നും ചോദിച്ചിട്ടില്ല. സ്ത്രീധനം ചോദിച്ചൊന്നും കല്യാണം കഴിച്ച ആളല്ല. അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതുകൊണ്ടാണ് വളരെ കൃത്യമായി പറയുന്നത്, നമ്മുടെ ഇടയിൽ വചനം ആഴത്തിൽ വെളിപ്പെടുന്നില്ല. വചനം ആഴത്തിൽ വെളിപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഒരു വ്യക്തി, നിങ്ങളിൽ ഓരോരുത്തരെയും എടുത്തോ. നിങ്ങൾ പാപത്തിൻ്റെ പടുകുഴിയിലായിരുന്നു. ഒരു സാധ്യതയില്ലാത്ത മനുഷ്യരായിരുന്നു. ന്യായവിധിയുടെ വാള് നിങ്ങളുടെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. നിങ്ങൾ നിശ്ചയമായും തീപ്പൊയ്കയിൽ പോകേണ്ട ആളുകളാണ്. അതിൻ്റെ കാരണം നിങ്ങൾ ആദമിൻ്റെ മക്കളാണ്. ആദാമ്യ വർഗത്തിൻ്റെ മേൽ ന്യായവിധി കിടക്കുകയാണ്. അതിൽ നിന്നാണ് നമ്മൾ തെറ്റിയൊഴിഞ്ഞു വന്നിരിക്കുന്നത്. തെറ്റിയൊഴിഞ്ഞു വന്നു എന്ന് പറഞ്ഞാൽ നമ്മെ രക്ഷിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്. നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല ക്രിസ്തു ചെയ്തത്, നമ്മെ തൻ്റെ സഭയുടെ ഭാഗമാക്കുകയാണ്. അപ്പോൾ സഭയുടെ അംഗമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കാൻ പോലും പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ മെസ്സേജിൽ പറഞ്ഞു, എവിടെയാണെന്ന് ഓർക്കുന്നില്ല, ഓക്സ്ഫോർഡിൽ പഠിക്കാനായിട്ട് ഒരു ഇന്ത്യൻ ഗ്രാമത്തിലുള്ള ഒരു യുവാവിനോ യുവതിക്കോ ഒരു അവസരം കിട്ടിയാൽ, കേംബ്രിഡ്ജിൽ പഠിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ ഒരു സീറ്റ് തരപ്പെട്ട് കിട്ടിയാൽ, ഇന്ത്യയുടെ ഒരു കുഗ്രാമത്തിൽ നിന്നൊരു യുവാവിനോ യുവതിക്കോ കിട്ടിയാൽ നമ്മൾ എങ്ങനെയായിരിക്കും പൊതുവെ അതിനെക്കുറിച്ച് പറയുന്നത്? ഒരു ലോട്ടറി അടിച്ചെന്നുള്ള രീതിയിലാണ് പറയുന്നത്. നാടൻ ഭാഷയാണ് കേട്ടോ. ഒരു ഗൗരവത്തിലാണ് നമ്മൾ പറയുന്നത്. ഭയങ്കരം തന്നെയെന്ന്. ഈ ഉദാഹരണമൊന്നും സെറ്റാകുന്ന ഉദാഹരണമല്ല ഞാനീ പറയുന്നത്. ഒരു ഉദാഹരണം പോലും പറയാൻ പറ്റാത്ത നിലയിലുള്ളൊരു സംഭവമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ദൈവസഭയുടെ ഭാഗമാണ്. എനിക്കത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് അറിയില്ല. എത്ര വലിയ ഭാഗ്യ പദവിയാണത്. ഞാനിന്ന് ദൈവസഭയുടെ ഭാഗമാണ്. ക്രിസ്തു സഭയുടെ അംഗമാണ്. വരാൻ പോകുന്ന നിത്യതയിൽ സ്വർഗദൂതന്മാർ ഓച്ചാനിച്ച് നിൽക്കുന്ന ആരുടെ മുമ്പിലാ? കുഞ്ഞാടിൻ്റെ കാന്തയുടെ മുമ്പിലല്ലേ? സേവകാത്മാക്കളായ ദൂതന്മാരുടെ നില എത്ര ഉയരത്തിലാണ്. ആ ദൂതന്മാരുടെയൊക്കെ ഉയരത്തിലേക്കാണ് ദൈവസഭ എത്തുന്നത്. അതുപോലെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചാണ് ദൈവസഭ നിത്യതയിൽ പരിലസിക്കാൻ പോകുന്നത്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് കുഞ്ഞാടിൻ്റെ കാന്ത അധികാരസ്ഥയായി. അപ്പോൾ ആ അത്ര വലിയ പദവിയിലേക്ക് കാലെടുത്ത് വെക്കാൻ നമുക്കൊരു അവസരം ലഭിച്ചു എന്ന കാരണത്താൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആ കാരണത്താൽ കല്യാണം നടക്കുമോ നടക്കാതിരിക്കുമോ അതൊക്കെ പിന്നത്തെ കാര്യം. ശദ്രക്ക് മേശക്ക് അഭേദ്നെഗോവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക. നിങ്ങൾ ഏത് മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരാണെങ്കിലും വേണ്ടില്ല. ശദ്രക്ക് മേശക്ക് അഭേദ്നെഗോ അവരെന്താ പറഞ്ഞത്?
ഈ തീപ്പൊയ്യിൽ നിന്ന് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും കൊള്ളാം, വിടുവിച്ചില്ലേലും കൊള്ളാം. ഞങ്ങൾ തലകുനിക്കില്ലെന്നല്ലേ പറഞ്ഞത്. ഞങ്ങൾ രാജാവിൻ്റെ ഇഷ്ടത്തിന് ഞങ്ങൾ വഴിമാറില്ല, ഞങ്ങൾ കീഴടങ്ങില്ല. വിടുവിച്ചാലും കൊള്ളാം, വിടുവിച്ചില്ലേലും കൊള്ളാം. അതെന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾ പറയാത്തത്? ഈ മാർഗത്തിൽ വന്നിട്ട് കല്യാണം നടന്നാലും കൊള്ളാം, നടന്നില്ലേലും കൊള്ളാം, അതൊക്കെ പിന്നത്തെ കാര്യം, അതിനൊന്നും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ലെന്നേ. അതിനൊന്നും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇത് കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കുകയായിരിക്കും, ഇതൊക്കെ ഉയർന്ന ചിന്തയല്ലേ പാസ്റ്ററെ? നാം ഉയർന്ന ചിന്തയിലേക്ക് വരണമെന്നേ. പിന്നെ എന്തിനാണ് അക്രൈസ്തവ മാർഗത്തിൽ നീ ഈ മാർഗത്തിലേക്ക് വന്നത്? പിന്നെ എന്തിനാണ് നീ ഇസ്ലാമിൽ നിന്ന് ഇതിലേക്ക് വന്നത്? പിന്നെ എന്തിനാണ് നീ ജൈനമതത്തിൽ നിന്ന് ഇതിലേക്ക് വന്നത്? ഇവിടെ വന്ന് കല്യാണം കഴിക്കാൻ വന്നാണോ? കല്യാണമൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളൂ. നീ ഈ ഒരു ഉയർന്ന ചിന്തയിലേക്ക് വാ. കാത്തലിക്കിൽ നിന്നോ ഓർത്തഡോക്സിൽ നിന്നോ പെന്തക്കോസിൽ വന്നെന്ന് വിചാരിച്ചോ? നമ്മൾ കല്യാണം കഴിക്കാനാണോ അതിലേക്ക് വന്നത്? പ്രായമാകുമ്പോൾ യുവാക്കൾക്കും യുവതികൾക്കും വിവാഹം നടക്കണം, നിർബന്ധമാണത്. അത് എനിക്കറിയാം, അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. ഇത് രണ്ടും നിങ്ങൾ ബാലൻസ് ചെയ്ത് ചിന്തിക്ക്. ആദ്യം പറഞ്ഞ കാര്യത്തിന് എത്ര ഗൗരവമാണെന്ന് ചിന്തിക്ക്. അത് വലിയ ഗൗരവമല്ലേ? വിടുവിച്ചാലും കൊള്ളാം, വിടുവിച്ചില്ലേലും കൊള്ളാം. പെന്തക്കോസ്ത് മൂവ്മെൻറ്റ് മലയാളക്കരയിൽ ആരംഭിച്ച കാലഘട്ടത്തിൽ അങ്ങനെ ഒത്തിരി വിശ്വാസികളൊന്നുമില്ല. വേദപുസ്തകത്തിൻ്റെ അലിഖിതമായ നിയമമാണ് ഇരുളും വെളിച്ചവും തമ്മിൽ ചേരാൻ പാടില്ലെന്ന്. ഒരു പെൺകുട്ടി വിശ്വാസ വഴിയിലേക്ക് വന്നാൽ തൽക്ഷണം അവളുടെ ഉള്ളിൽ വെളിച്ചം വരികയാണ്. വെളിച്ചമായി ക്രിസ്തു അവളുടെ ഉള്ളിൽ വരികയാണ്. അവൾ ഇപ്പോൾ വെളിച്ചമായി തീർന്നിരിക്കുകയാണ്. ഇനി അവൾക്കൊരു വിവാഹം നടക്കണമെങ്കിൽ വെളിച്ചത്തിൽ വസിക്കുന്ന ഒരു പയ്യനുമായിട്ട് വിവാഹം നടക്കാൻ പാടുള്ളൂ. അതാണ് അലിഖിതമായ നിയമം. ബാക്കി ജാതിയും മതമൊക്കെ അവിടെ കിടക്കട്ടെ. ഇതാണ് ഏറ്റവും സീരിയസ് ആയ കാര്യം. നമുക്ക് എല്ലാവരെയും കയറി കല്യാണം കഴിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ മെസ്സേജ് ശരിക്കും ഇന്ത്യൻ നിയമങ്ങൾക്ക് പോലും വിരുദ്ധമായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം. ഇന്ത്യ മഹാരാജ്യത്തുള്ള ഏതൊരു യുവതി യുവാവിനെയും കല്യാണം കഴിക്കാം, അതല്ലേ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച്. പക്ഷെ ദൈവരാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് എങ്ങനെയാ? ഇരുളും വെളിച്ചവും തമ്മിൽ ചേരാൻ പാടില്ല. ക്രിസ്തുവിനെ കൈക്കൊണ്ട ഒരു പെൺകുട്ടി ക്രിസ്തുവിനെ കൈക്കൊണ്ട ഒരു ആൺകുട്ടിയുമായിട്ട് വിവാഹം കഴിക്കാൻ പാടുള്ളൂ, അല്ലേ? ക്രിസ്തുവിനെ കൈക്കൊണ്ട ഒരു ആൺകുട്ടി ക്രിസ്തുവിനെ കൈക്കൊണ്ട ഒരു പെൺകുട്ടിയായിട്ട് വിവാഹം കഴിക്കാൻ പാടുള്ളൂ. എങ്കിലേ അവർക്ക് ഒത്തൊരുമിച്ച് മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ. ഇരുളും വെളിച്ചവും തമ്മിൽ ചേരില്ലെന്നാണ് പഠിപ്പിക്കുന്നത്. അത് ബൈബിളിൻ്റെ പഠനമാണ്, നമ്മളാരും കണ്ടുപിടിച്ചതല്ല. അത് ക്രിസ്തുവിൻ്റെ ടീച്ചിങ് ആണ്, അവൻ്റെ അപ്പോസ്തലന്മാരുടെ ടീച്ചിങ് ആണ്. ആ ടീച്ചിങ്ങിനെ മറികടന്ന് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതിനല്ലേ പ്രാധാന്യം, അതിനാണ് പ്രാധാന്യം. അപ്പോൾ അങ്ങനെ ഈ മാർഗത്തിലേക്ക് വരുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം എന്താ? വെളിച്ചത്തിലുള്ള ഒരുവനുമായിട്ട് വെളിച്ചത്തിലുള്ള ഒരുവളുമായിട്ട് വിവാഹം നടക്കണം. ആ നിലയിലാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ സഹോദരങ്ങളെ, പെന്തക്കോസ്ത് സമൂഹത്തിനിടയിൽ ജാതി ചിന്തകൾ, ഉയർന്നവനും താണവനും എന്നൊക്കെയുള്ള ചിന്ത ഇല്ലെന്ന് ചോദിച്ചാൽ നിശ്ചയമായും ഉണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള ചിന്തകളുണ്ട്. ആ ചിന്തകളെ എങ്ങനെ മറികടക്കാമെന്ന് ചോദിച്ചാൽ നിർമ്മലമായ സുവിശേഷം പ്രസംഗിക്കുക. ആ സുവിശേഷം പ്രസംഗിച്ച് ജനത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ച് കൊടുക്കുക. ആരെയാ? രക്ഷകനെ വരച്ചു വെച്ച് കൊടുക്കാൻ നമുക്കറിയാം. രക്ഷകനെയാണ് വരച്ചു വെച്ച് കൊടുക്കേണ്ടതെന്നറിയാം. അതുപോലെ തന്നെ വരച്ച് കാണിക്കണം അവനൊരു കൊടും പാപിയാണ്. കഴുത്തൊടിക്കാൻ വെച്ച കഴുതിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുള്ളവരാ. കഴുത്തൊടിക്കാൻ വെച്ചവരാ നമ്മൾ ഓരോരുത്തരും. നമ്മൾ കൃപയാലാണ് ഇപ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. നമ്മുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ മറുവിലയായി ദേവാട്ടിൻകുട്ടിയെയാണ് അറുക്കാനായിട്ട് കൊടുത്തത്. ദൈവകുഞ്ഞാട് നമുക്ക് പകരക്കാരനായി അറുക്കപ്പെട്ടു. ആ കാരണത്താലാണ് കഴുത്തൊടിക്കാൻ വെച്ച നമ്മെ ഇന്ന് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സന്തോഷത്തോടെ കാണാനിടയായിരിക്കുന്നത്. ഈ തിരിച്ചറിവ് എല്ലാവർക്കും ഇല്ലെന്നേ. ഈ തിരിച്ചറിവുള്ള ആളുകൾ നിഗളിക്കില്ല. അവരൊരിക്കലും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങനെയുള്ള ഷാഢ്യങ്ങൾ പിടിക്കില്ല. ഒരു വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. ആക്ട്സ് ചാപ്റ്റർ 17 വേഴ്സ് 26. ഭൂതലത്തിലെങ്ങും കൂടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. എല്ലാവരും ഈ വാക്യം കേട്ടല്ലോ. എല്ലാവരുടെയും പിതാവ് ഒരുവൻ തന്നെയാണ്. നിലമ്പൂർ കാടുകളിൽ താമസിക്കുന്ന ആളുകളെ വിളിക്കുന്നതാണ് ആദിമവാസികൾ. ആദിവാസി എന്ന് ചുരുക്കി പറയും. ഇംഗ്ലീഷുകാർ പറഞ്ഞാൽ ട്രൈബൽസ് എന്ന് പറയും. ഈ ട്രൈബൽസിൻ്റെയും അതുപോലെ അമേരിക്കയിലുള്ള വെളുത്ത സായിപ്പന്മാരുടെയും അതുപോലെ ഇറാഖ് അതുപോലെ ജോർദാൻ മുതലായ സ്ഥലങ്ങളിലെ സ്വർണ്ണവർണ്ണ നിറമുള്ള ആളുകൾ, അവരുടെ എല്ലാവരുടെയും പിതാവ് ഒരാൾ തന്നെയാണ്, സകല ആൾക്കാരുടെ. അപ്പോൾ ആഫ്രിക്കക്കാരുടെയോ? അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടാം. ഈ വായിച്ച വാക്യത്തിനകത്ത് എന്താ ഉത്തരം?
ആഫ്രിക്കക്കാരൻ്റെ, അമേരിക്കക്കാരൻ്റെ, ഏഷ്യക്കാരൻ്റെ ഒക്കെ അപ്പൻ വ്യത്യസ്ത അപ്പനാണെന്നാണോ? അങ്ങനെയാണോ ആ വാക്യത്തിൻ്റെ അർത്ഥം? ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ മനുഷ്യജാതിയെ ഒരുവനിൽ നിന്നാണ് ഉളവാക്കിയത്, ഒരു വ്യക്തിയിൽ നിന്നാണ് ഉളവാക്കിയത്. ഉളവാക്കിയവൻ്റെ പേരാണ് സൃഷ്ടാവെന്ന്. ആ സൃഷ്ടാവിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാ സകല മനുഷ്യരും. പക്ഷെ മനുഷ്യരുടെ ഉള്ളിൽ അങ്ങനത്തെ വേർതിരിവും കാര്യങ്ങളും ഒക്കെ പിന്നത്തേതിൽ കടന്നു വന്ന് പാപനിമിത്തമാണ്. പാപനിമിത്തമാണ് മനുഷ്യരിങ്ങനെ വിഘടിച്ചു പോയത്. ദൈവം തന്നെ ഭാഷയെ ചിതറിച്ച് കളഞ്ഞല്ലോ, അല്ലേ? ദൈവം തന്നെ ഭാഷയെ ചിതറിച്ചു, മനുഷ്യരെയും ചിതറിച്ചു, അവരെ ഭൂതലത്തിലെങ്ങും ചിതറിച്ച് കളഞ്ഞു, അവർക്കെല്ലാം അതിരുകളും കാലങ്ങളും ഒക്കെ നിശ്ചയിച്ചു എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ പാപനിമിത്തം മനുഷ്യൻ്റെ ചിന്തകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ വ്യത്യാസം വന്നു. സ്വന്തം സഹോദരനായ ഹാബേലിനെ മൂത്ത സഹോദരനായ കയീൻ കൊന്നു. കാരണം എന്താ? പാപമാണ്. ജാതിയൊന്നുമല്ല അവിടുത്തെ വിഷയം, പാപമാണ്. അപ്പോൾ ജാതിയോ മറ്റ് കാര്യങ്ങളോ അതിൻ്റെ എല്ലാം മൂല കാരണം എന്ന് പറയുന്ന പാപമാണ്. പാപനിമിത്തമാണ് ജനം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു മറു സൈഡും കൂടെ ഞാൻ പറയാൻ കേട്ടോ. ഈ ജാതി ചിന്തകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ ധാരാളമായി കാണുന്ന ജാതികളുണ്ടല്ലോ, വിവിധങ്ങളായ ജാതികളൊക്കെ ഉണ്ട്. ഈ ജാതികൾക്കൊക്കെ ഒത്തിരി താഴെയുള്ളൊരു ജാതിയുടെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞത്. നിലമ്പൂർ കാടുകളിലൊക്കെ വസിക്കുന്ന ആളുകൾ, അതുപോലെ ഇടുക്കി ജില്ലയിൽ, വയനാട് ജില്ലയിൽ, ഇവിടെയൊക്കെ ആദിമവാസികളെന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ ജാതിയെക്കുറിച്ചൊക്കെ വേവലാതി കൊണ്ട് സംസാരിക്കുന്ന പല ആൾക്കാരും അവരിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഈ പറയപ്പെട്ട സ്ഥലങ്ങളിൽ ചെന്ന് വിവാഹം കഴിക്കാനായിട്ട് ഉത്സാഹിക്കാറില്ല. അപൂർവം സംഭവിക്കുന്നുണ്ട് കേട്ടോ, അപൂർവം സംഭവിക്കുമായിരിക്കാം. എന്നാൽ ഏറിയവങ്കും അങ്ങനെ സംഭവിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ അതിന് മറുപടി പറയുക? ഇനി അതിന് മറ്റൊരു വശവും കൂടെ ഞാൻ പറയാം. അതായത് വിവാഹത്തോടൊക്കെയുള്ള ബന്ധത്തിൽ ആളുകൾ കുടുംബ പശ്ചാത്തലങ്ങൾ നോക്കും. കുടുംബ പശ്ചാത്തലങ്ങൾ, അതായത് വരൻ്റെ ആകട്ടെ വധുവിൻ്റെ ആകട്ടെ മാതാപിതാക്കളെ ആളുകൾ ശ്രദ്ധിക്കും. അവരെക്കുറിച്ചുള്ള റെക്കോർഡ്സ് പരിശോധിക്കും. അവരുടെ സ്വഭാവം, അവരുടെ നിലവാരം, അവരുടെ രീതികൾ അതൊക്കെ പഠിച്ചിട്ട് അങ്ങനെ ഈ കാര്യങ്ങളിലേക്ക് ആലോചനയിലേക്ക് മുന്നോട്ട് കടക്കുന്ന ആളുകളുണ്ട്. അതിനെ നമുക്കൊരിക്കലും തെറ്റു പറയാൻ കഴിയില്ല. കാരണം ഈ DNA-യുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പഠനങ്ങൾ ധാരാളം ഉണ്ടല്ലോ. മാതാപിതാക്കളുടെ നേച്ചർ നിശ്ചയമായും മക്കളിൽ കാണും. മനസ്സലിവും സ്നേഹവും കരുതലും സാഹോദര്യവും ഒക്കെ ഉള്ള മാതാപിതാക്കളിൽ നിന്ന് ജനിക്കപ്പെട്ട മക്കൾ സ്വാഭാവികമായിട്ട് അവരിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. അതേസമയം വലിയ മൊച്ചടന്മാരുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള അമ്മയപ്പന്മാർ, വല്ലാത്ത സൈസ് ജനസിൽപ്പെട്ട ആൾക്കാരുണ്ട്, അവരുടെ മക്കളിലും അത്തരത്തിലുള്ളതായ നേച്ചർ കാണും. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഈ കുടുംബ പശ്ചാത്തലങ്ങളൊക്കെ അങ്ങനെയാണ് നോക്കുന്നത്. അതായത് വിവാഹം എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്കുള്ളതല്ല. വിവാഹം എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്കുള്ളതാണോ? അത് കാലാകാലം മുൻപോട്ട് പോകേണ്ടതാണ്. മരണം കൊണ്ടല്ലാതെ വേർപിരിയാൻ പാടില്ലെന്നാണ് ശുശ്രൂഷകൻ അവരോട് രണ്ടുപേരോടും പറയുന്നത്. അപ്പം മരണം വരെ ഈ ഭൂമിയിൽ ഒത്തൊരുമിച്ച് ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ യുവാവിനാകട്ടെ യുവതിക്കാകട്ടെ അവർക്ക് ഹൃദയം കൊണ്ട് ആ കാര്യത്തിൽ ഉറപ്പ് ലഭിക്കപ്പെടേണ്ടതുണ്ട്. നമുക്കാർക്കും സമ്മർദ്ദം ചെലുത്തി വിപ്ലവകരമായ വിവാഹം നടത്താനൊന്നും അവരെ നിർബന്ധിക്കാൻ പറ്റത്തില്ല. അവരുടെ ബോധ്യങ്ങളും അവരും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദൈവഹിതം മനസ്സിലാക്കിക്കൊണ്ട് അവർ മുൻപോട്ട് വരണം. യുവാക്കളാകട്ടെ യുവതികളാകട്ടെ അവരാണ് ദൈവഹിതം മനസ്സിലാക്കേണ്ടത്, അല്ലാതെ പാസ്റ്ററും പ്രവാചകനൊന്നും അല്ല മനസ്സിലാക്കേണ്ടത്. അവരത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി ദൈവം വെച്ച തക്കതായ തുണയെ കണ്ടെത്തേണ്ടതുണ്ട്. എന്നുവെച്ചാൽ അവർ വഴിയിലിറങ്ങി കണ്ടെത്തണമെന്നുള്ള ആ അർത്ഥത്തിലല്ല. ആ വരുന്ന ആലോചന, അവരുടെ മുമ്പിൽ വരുന്ന ആലോചന അത് തക്ക തുണ തന്നെയാണോ എന്ന് ദൈവസന്നിധിയിൽ അവരെ ആരായണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവസന്നിധി കാത്തിരിക്കണം. അങ്ങനെ ആ ഉറപ്പിലേക്ക് വരണം. ആ ഉറപ്പിലേക്ക് വന്നിട്ടാണ് വിവാഹത്തിലേക്ക് പോകേണ്ടത്. അല്ലാതെ വിപ്ലവകരമായ വിവാഹത്തിലേക്കൊന്നും ആരും പോകാനായിട്ട് പരിശ്രമിക്കരുത്. വിപ്ലവങ്ങളെല്ലാം പരാജയപ്പെട്ടതാണ് ചരിത്രം. അതായത് ചുമ്മാ വിപ്ലവം ഉണ്ടല്ലോ, ചുമ്മാ ആളാകാൻ വേണ്ടി വിപ്ലവം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി പേര്. പിന്നെ സഹതാപത്തിൻ്റെ പേരിൽ അതൊരു പാവപ്പെട്ടതാണല്ലോ, എന്നാൽ അങ്ങനെ കിട്ടിയേക്കാം, അതൊരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണല്ലോ, സാമ്പത്തികം കുറവാണല്ലോ, അല്ലെ മറ്റേ പല കാര്യങ്ങളും ഒക്കെ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ, എന്നാൽ ഞാൻ ചാടി വീണേക്കാം എന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ അത് സക്സസ് ആവണമെന്നില്ല. അവിടെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ദൈവഹിതമാണ് ആരായേണ്ടത്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ നിശ്ചയമായും അങ്ങനെ ചെയ്യണം. ദൈവം അനുവദിക്കുന്നത് പോലെ. സഹോദരങ്ങളെ, ഞാൻ ഈ ഭാഗം കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മാനുഷികമായ ആലോചനകൾക്കല്ല പ്രാധാന്യം, ദൈവഹിതത്തിന് വേണ്ടി സമയമെടുത്ത് കാത്തിരിക്കണം. നിശ്ചയമായും പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് നമ്മെ രക്ഷിച്ച ദൈവം നമുക്കൊരു വിവാഹാലോചന തരാതിരിക്കുമോ?
നമ്മൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ നിശ്ചയമായും നമുക്കത് വെളിപ്പെടുത്തി തരും. അല്ല, നമ്മുടെ കാര്യത്തിൽ അങ്ങനെയല്ല ദൈവം വെച്ചിരിക്കുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് പ്രത്യേക വരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമുക്ക് ബോധ്യം തരും. അപ്പോൾ ആ ബോധ്യത്തിൽ ഉറച്ചുകൊള്ളുക. അപ്പോൾ ദൈവം നമുക്ക് ബോധ്യം തരുമെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരുമെങ്കിൽ അവിടെ ജാതി ചിന്തകളോ മറ്റേതെങ്കിലും ചിന്തകൾക്കോ പ്രാധാന്യമുണ്ടോ? ദൈവമാണ് കാര്യങ്ങളെ ആലോചിച്ച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നതെങ്കിൽ, സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതനെ എലയാസറെ നിന്റെ മുമ്പിൽ അയക്കുമെന്ന് അബ്രഹാം എലയാസറിനോട് പറയുന്നുണ്ട്. തൻ്റെ മകനായ ഇസഹാക്കിനൊരു വിവാഹാലോചന വന്നപ്പോൾ ആ സമയത്ത് അബ്രഹാം എന്താ പറഞ്ഞത്? ഇവിടെയുള്ള കനാന്യ പെൺകുട്ടികളെ വേണ്ടാന്നാണ് പറഞ്ഞത്. എൻ്റെ മകന് നീ എൻ്റെ സ്വദേശത്ത് പോയി ചാർച്ചക്കാരിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കണ്ടെത്തുക. അതങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഇസഹാക്കും റുബേക്കയും തമ്മിൽ ഒത്തൊരുമിച്ച് പോകേണ്ടതുണ്ട്. ഒത്തൊരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ മലയാളികളെയാണല്ലോ കല്യാണം കഴിക്കുന്നത്. നമ്മൾ സാധാരണ അങ്ങനെ അധികം തമിഴ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരെയോ കന്നഡ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരെയോ തെലുങ്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരെയോ എന്തിനു പറയണു സായിപ്പിനെയൊന്നും നമ്മളങ്ങനെ പോയി കെട്ടാറില്ല. അമേരിക്കയിലുള്ള നമ്മുടെ ആൾക്കാർ കല്യാണം കഴിക്കാൻ നാട്ടിലേക്കാണ് വരാറ്, അല്ലേ? ന്യൂസിലാൻഡിലുള്ളവരും കല്യാണം കഴിക്കാൻ നാട്ടിൽ വന്നിട്ട് പെൺകുട്ടിയെ അന്വേഷിച്ച് പിടിച്ച് അങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത്. കഴിവതും അങ്ങനെ ചെയ്യുന്നത്. അതെന്താ? ശരിക്കും നമ്മൾ വചനത്തിൻ്റെ ആഴങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ദൈവസഭയാം ശരീരത്തിൻ്റെ ഭാഗമായി അമേരിക്കക്കാരനും ആഫ്രിക്കക്കാരനും എല്ലാ രാജ്യക്കാരനും അതിനകത്തുണ്ടല്ലോ, അല്ലേ? എല്ലാം കൂട്ടു സഹോദരങ്ങളല്ലേ ആ നിലയിൽ ചിന്തിച്ച. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകത്തിൽ നിൽക്കുന്ന അമേരിക്കക്കാരനാകട്ടെ ലോകത്തിലെ ഏത് രാജ്യക്കാരനാകട്ടെ അവരെയൊക്കെ നമുക്ക് കല്യാണം കഴിക്കാമല്ലോ. പക്ഷെ നമ്മുടെ സ്ത്രീ പുരുഷന്മാർ അങ്ങനെയുള്ള കാര്യത്തിൽ അധികം ഉത്സാഹിക്കാത്തതിൻ്റെ കാരണം എന്താ? ഈ ജാതി ചിന്തയൊക്കെ പറയുന്നതുകൊണ്ടാകട്ടോ ഞാൻ ഇതും പറയുന്നത്. അതിൻ്റെ കാരണം എന്താ? ഒത്തുപോകാനായിട്ട് എളുപ്പമാകില്ല. കൾച്ചർ സംബന്ധമായ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഒരു ആഫ്രിക്കക്കാരൻ ചിന്തിക്കുന്ന പോലെയല്ല മലയാളക്കരയിലുള്ള ഒരു പെൺകുട്ടി ചിന്തിക്കുന്നത്. ഒരു അമേരിക്കക്കാരി ചിന്തിക്കുന്ന പോലെയല്ല മലയാളക്കരയിലുള്ള ഒരു ആൺകുട്ടി ചിന്തിക്കുന്നത്. വ്യത്യാസമുണ്ട്. അവരുടെ രീതികൾക്കൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവരെ ഒത്തൊരുമിച്ച് മുൻപോട്ട് പോകാനായിട്ടുള്ള സൗകര്യാർത്ഥമാണ് ഇസഹാക്കിന് തൻ്റെ സ്വദേശത്ത് തൻ്റെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നൊരു വിവാഹാലോചനയിലേക്ക് പോകുന്നത്. അത് തന്നെയല്ല, കനാന്യരെ സംബന്ധിച്ച് അവർ വിഗ്രഹാരാധകരാണെന്ന് മാത്രമല്ല ദൈവത്തെ കോപിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ മ്ലേച്ഛമായ ജീവിത പശ്ചാത്തലത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ് കനാന്യർ. അതുകൊണ്ട് ആ കൂട്ടത്തിൽ നിന്ന് എൻ്റെ മകനൊരു പെൺകുട്ടിയെ വേണ്ട എന്നാണ് അബ്രഹാം പറയുന്നത്. അതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾ ആളുകൾ ചിന്തിക്കുന്നത്. ഇപ്പം നമ്മെ സംബന്ധിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരു ആഫ്രിക്കക്കാരനെ കെട്ടുന്നതിന് കുഴപ്പമില്ല. നമ്മുടെ പെൺകുട്ടി ആഫ്രിക്കയിലേക്ക് കെട്ടിച്ചു കൊടുക്കാം, അതിനകത്തൊരു തെറ്റുമില്ല. പക്ഷെ എന്തുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ഇത് ഒത്തുപോകാനായിട്ട് പാടായിരിക്കും. അവരുടെ രീതികളും നമ്മുടെ രീതികളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും ആളുകൾ ചിന്തിക്കുന്നത്. ഒത്തുപോകുക എന്നുള്ളതാണ് പ്രാധാന്യമുള്ള വിഷയം. അതുകൊണ്ടാണ് പലരും വിപ്ലവത്തിന് ചാടി പുറപ്പെടാത്തത്. നമുക്ക് കുറ്റം പറയാൻ എളുപ്പമാണ്. ഒത്തുപോകാനായിട്ട് കഴിയണം. ഇപ്പം ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ജനിച്ച ആളാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഒരു അപ്പർ ക്ലാസ് അനുഭവത്തിലുള്ള ഒരു വലിയ കോടീശ്വരൻ്റെ മകളെ ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒത്തുപോകാൻ പാടായിരിക്കും. കേൾക്കുന്നവരെന്താ വിചാരിക്കുന്നത്? ഭയങ്കര സംഭവമായിപ്പോയി, ഒരു കോടീശ്വരൻ്റെ മകളെയാണ് ഇന്ന സഹോദരൻ കെട്ടിയിരിക്കുന്നതെന്ന് വേണേൽ പറയാം. പക്ഷെ ഒത്തുപോകാൻ വലിയ പാടായിരിക്കും. കാരണം ഈ കോടീശ്വരൻ്റെ മകളെന്ന് പറയുന്ന ആ പെൺകുട്ടി ജനിച്ചു വളർത്തപ്പെട്ട പശ്ചാത്തലങ്ങളും ജീവിത പശ്ചാത്തലങ്ങളും സാഹചര്യങ്ങളും കാര്യങ്ങളും പഠനങ്ങളും ഒക്കെ ഒത്തിരി ഉയർന്ന നിലയിലായിരിക്കും. നമ്മൾ വളരെ താഴ്ന്ന പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് മുൻപോട്ട് പോകുന്ന ആളുകളായിരിക്കാം. അപ്പോൾ ഇത് തമ്മിൽ ക്ലാഷുകളുണ്ടാവും. കെട്ടാൻ മേലാന്നൊന്നുമല്ല. അങ്ങനെ കെട്ടിയാൽ ആകാശമൊന്നും ഇടിയില്ല. ആകാശം എങ്ങനെ ഇടിയാനാ? ഒരു ആകാശം ഇടിയില്ല. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനത്തെ സാഹസത്തിലേക്ക് അധികം പോകാത്തത്? നമ്മളെ സംബന്ധിച്ച് ഇത് സുഗമമായി മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മുടെ നാടൻ ഭാഷയിൽ പറയും കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്ന്. എന്നുവെച്ചാൽ ഒരേ നേച്ചറുള്ള ആളുകൾ തമ്മിൽ ഒരുമിച്ച് പോകാൻ എളുപ്പമുണ്ട്. അല്ലാത്ത ആളുകൾ വരുമ്പോൾ അവിടെ ക്ലാഷുകളുണ്ടാകും. അതുകൊണ്ടാണ് പൂർവന്മാർ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാത്തത്, ബാലൻസ് ചെയ്ത് പോകാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതൊക്കെ പോട്ടെ, ആ വിഷയത്തിൻ്റെ കാതലായ കാര്യത്തിലേക്ക് ഒന്നങ്ങ് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ വിവാഹവേദിയിൽ ഈ ശുശ്രൂഷകൻ ജാതീയമായ ചിന്ത പെന്തക്കോസിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അടിച്ച് തകർത്ത് ഇങ്ങനെ കയറി വന്നിട്ട് അവിടെ ഇരിക്കുന്ന യുവാവിനെയും യുവതിയെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില കാര്യങ്ങളെ പറയുകയാണ്. അവർ രണ്ട് പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണെന്ന് പറഞ്ഞല്ലോ.
അപ്പോൾ അവിടെ വില്ലനായിട്ടൊരാളെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. വില്ലൻ കഥാപാത്രം. ആ വില്ലൻ കഥാപാത്രം IPCയിലെ ഒരു സെൻട്രൽ പാസ്റ്ററാണ്. ആ സെൻട്രൽ പാസ്റ്റർ ഈ വിവാഹാലോചനയുമായിട്ട് ഈ ശുശ്രൂഷകൻ്റെ 2 വക്താക്കളായ 2 സഹോദരങ്ങൾ ആ സെൻട്രൽ പാസ്റ്ററിൻ്റെ അടുക്ക് ചെന്നു. അതായത് അവിടെ നിന്നൊരു കുറി വേണം എന്നുള്ള കാര്യം ചോദിക്കാനാണ് ചെന്നത്. അങ്ങനെ ആ കാര്യത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സെൻട്രൽ പാസ്റ്റർ ഇവരെ ശപിച്ചു പറഞ്ഞയച്ചു. കാരണം ഈ പെൺകുട്ടി അവരുടെ ആ സമൂഹത്തിലെ PYPAയിലൊക്കെ സജീവമായി പങ്കെടുത്ത് ആ നിലയിൽ മുൻപോട്ട് വന്നൊരു പെൺകുട്ടിയാണ്. അങ്ങനെ ഒരു പെൺകുട്ടിയാണോ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്ന ഒരു പയ്യനുമായിട്ട് കെട്ടിക്കുന്നതെന്ന് സെൻട്രൽ പാസ്റ്റർ ചോദിച്ചെന്ന്. ഞാൻ ഒരിക്കലും ഇത് അനുവദിക്കില്ല. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ പിതാവായ പാസ്റ്റർക്ക് ഞാൻ സഭാചാർജ് തരില്ല, ശുശ്രൂഷയിൽ നിന്ന് നീക്കി നിർത്തും എന്ന് ഈ സെൻട്രൽ പാസ്റ്റർ പറഞ്ഞെന്നാണ് ഇദ്ദേഹം പ്രസംഗം മധ്യേ പറയുന്നത്. അത് കേൾക്കുന്ന ആളുകളുടെ രക്തം തിളയ്ക്കോ ഇല്ലയോ? ഈടോ അവനെ കണ്ട AK-47 വെടിവെച്ച് കൊല്ലണമെന്ന് ഒരേ ആൾക്കാർ ചിന്തിക്കും. സത്യത്തിൽ സഹോദരങ്ങളെ, ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പൂർണ്ണമായും എല്ലാ കാര്യങ്ങളും എനിക്ക് വെളിപ്പെട്ട് കിട്ടിയൊന്നുമില്ലെങ്കിൽ പോലും ഭാഗികമായിട്ട് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആ അറിഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഞെട്ടലുളവാക്കിയ കാര്യങ്ങളാണ്. ഒരു വിവാഹവേദിയിൽ നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ ജനത്തിൻ്റെ കയ്യടിക്ക് വേണ്ടി ജാതിയും മതവും അതും ഇതുമൊക്കെ പറഞ്ഞ് ആ പാവം പിടിച്ച സെൻട്രൽ പാസ്റ്റർ, പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ആ പാസ്റ്റർ മരിച്ചുപോയി എന്നാണ് കേൾക്കുന്നത്. സത്യമാണോന്ന് എനിക്കറിയില്ല. വളരെ പ്രായം ചെന്ന വയോധികനായ ഒരു ശുശ്രൂഷകനായിരുന്നു അയാൾ മരിച്ചുപോയി എന്ന് കേട്ടു. അത് സത്യമാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇനി അത് ഉറപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ സെൻട്രൽ പാസ്റ്റർ വാസ്തവമായി പറയാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരിക്കുമെന്ന് ഞാൻ അന്വേഷിച്ചു. ആ സാഹചര്യം എന്ന് പറയുന്നത്, അവിടെ വേദിയിലിരിക്കുന്ന യുവാവും യുവതിയും അതൊരു ഒളിച്ചോടി വന്ന കല്യാണമാണ്, ഒരു ഒളിച്ചോട്ട കല്യാണമാണ്. ആ ഒളിച്ചോട്ട കല്യാണത്തിൻ്റെ അവിടെ നിന്നാണ് ഈ പുകൾപെറ്റ പ്രസംഗകൻ ഗീർവാണം അടിച്ചത്. പെന്തക്കോസ്തുകാരെ മുഴുവനും ലജ്ജിപ്പിക്കുമാറ്, പെന്തക്കോസ്തുകാരെ അപമാനിക്കുമാറ്, ഇവരുടെ ഇടയിൽ മുഴുവൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഞാൻ ഒരുത്തൻ വിപ്ലവകാരി വന്നിരിക്കുന്നു, ഞാൻ ഹൈന്ദവ മാർഗത്തിൽ നിന്നുള്ള പെണ്ണിനെയാണ് കെട്ടിയിരിക്കുന്നത്, ഇവിടെ ഇതാ വിപ്ലവങ്ങൾ പൂത്തുലയുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ കേട്ട ആളുകളെല്ലാം കൈയടിച്ച് പാസ്സാക്കി കാണും. പക്ഷേ ആരും ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ പോകുന്നില്ലല്ലോ. നമ്മൾ പല വിധത്തിൽ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ പിതാവ് ഒരു ശുശ്രൂഷകനാണെന്ന് പറഞ്ഞല്ലോ. ശുശ്രൂഷകനായ അദ്ദേഹം പരസ്യങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ പയ്യനും ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആ ടീമിൻ്റെ കൂട്ടത്തിലൊക്കെ പരസ്യവും കാര്യങ്ങൾക്കൊക്കെ കടന്നു പോകും. അങ്ങനെ ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം അവന് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഒരു ആത്മാവിനെ നേടണമെന്നുള്ള ആ ഉത്കടമായ ആഗ്രഹ നിമിത്തം ഇങ്ങനെ പരക്കം പാഞ്ഞ് നടന്നപ്പോൾ എന്നാൽ ഈ പാസ്റ്ററുടെ മോളെ തന്നെ നേടിയേക്കാം എന്ന് പുള്ളി അങ്ങ് ചിന്തിച്ചു. അങ്ങനെ അവർ ലോഹ്യത്തിലായി എന്നുള്ളതാണ് അഭിജ്ഞ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് PTA റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ ലോഹ്യത്തിലായി, അതിൻ്റെ പാരമ്യത്തിലായി. ഈ വിഷയം പാസ്റ്ററുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ പാസ്റ്റർ അമ്മിനും മില്ലിനും അടുത്തില്ല. പെണ്ണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ലോണോ എന്തൊക്കെയോ എടുത്തെങ്ങാണ്ട് പഠിപ്പിക്കുന്നതാണ്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ ഇപ്പോൾ ബലമായിട്ട്, വലിയ പ്രായമായിട്ടില്ല, ഇങ്ങനെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല, അതിൻ്റെ സമയത്തെ ചെയ്യൂ എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം എത്തി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ചെറുക്കൻ പ്രണയത്തിൻ്റെ ലോകത്ത് എത്തിയല്ലോ, അതവൻ്റെ മജ്ജയിലും മാംസത്തിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ആ കാരണത്താൽ അവനിനി പിന്മാറാൻ, ഞാൻ ഇനി ഒരിക്കലും പിന്മാറില്ലെന്നൊരു പാട്ടൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ അവൻ ആ പാട്ടൊക്കെ പാടി കാണും. ഞാൻ ഇനി ഒരിക്കലും പിന്മാറില്ല എന്നൊക്കെ പറഞ്ഞ ആ പാട്ടൊക്കെ പാടി എന്തിനു പറയുന്നു, ഈ പെൺകുട്ടിയെ അവിടെ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയി. ഈ പാസ്റ്ററുടെ വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് പോയി. അങ്ങനെ വിളിച്ചിറക്കിക്കൊണ്ട് പോയി തൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലോ മറ്റോ പാർപ്പിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഈ പറയപ്പെട്ട കല്യാണം നടത്തിയ ഉപദേശിയുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു. കല്യാണം നടത്തിയ ഉപദേശിയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ പിതാവ് ഈ പാസ്റ്ററോട് മറ്റോ പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പെൺകുട്ടിയെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്, അത് പോലീസ് സ്റ്റേഷനിലും മറ്റുമൊക്കെ മറ്റൊരു രീതിയിലായിരിക്കുമല്ലോ അതിൻ്റെ ഒരു പോക്ക് പോകുന്നത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാനം പോവില്ലേ. അങ്ങനെ ഈ ഉപദേശി ഈ ചെറുക്കൻ്റെ കയ്യിൽ തന്നെ പെൺകുട്ടിയെ ഏൽപ്പിച്ചു. നീ എങ്ങോട്ടാന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പാർപ്പിച്ച് എത്രയോ ദിവസം, നമുക്കറിയില്ല ദിവസത്തിൻ്റെ കണക്കൊന്നും, ഒരാഴ്ചയാണോ ഒരു മാസമാണോ 9 ദിവസമാണോ ഒന്നും നമുക്കറിയില്ല. എത്രയോ ദിവസം കഴിഞ്ഞ് വിവാഹവേദിയിലേക്ക് വന്നപ്പോൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് പ്രഭാതത്തിൽ കൊണ്ടുപോയി ഒരുക്കി റെഡിയായിക്കൊണ്ടാണ് വന്നത്. തലേ ദിവസം വരെ ഒരു കൂരയ്ക്ക് കീഴിൽ ജീവിച്ചിട്ടാണ് പിറ്റേ ദിവസം കല്യാണത്തിന് വരുന്നത്. കല്യാണത്തിന് വരുമ്പോൾ കുറി വായിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനോടനുബന്ധിച്ചാണ് മറ്റേ സെൻട്രൽ പാസ്റ്റർ എടുക്കെ ചെന്നത്. സെൻട്രൽ പാസ്റ്റർ പ്രായമുള്ള മനുഷ്യരായതുകൊണ്ട് ഗുണദോഷിച്ച് കാണും നിശ്ചയമായും. ഈ ഉപദേശിയുടെ വക്താക്കളായി ചെന്ന് അവരെ ഗുണദോഷിച്ച് കാണും. സഹോദരങ്ങളെ, നിങ്ങൾ ഈ കല്യാണത്തിൽ ഇടപെടരുത്.
നിങ്ങൾ ഇതിനകത്ത് തലവെക്കാൻ പോകരുത്. ഇതൊരു ശരിയായ രീതിയല്ല. ഈ ഒളിച്ചോട്ട കല്യാണം, ഈ പെങ്കൊച്ചിൻ്റെ അപ്പനും അമ്മയും പങ്കെടുക്കാത്ത കല്യാണമായത്. ആ പെങ്കൊച്ചിൻ്റെ അപ്പനും അമ്മയും വേദിയിലില്ല, അല്ലെങ്കിൽ ആ പരിസരത്തില്ല. അവരില്ലാതെ ഈ കല്യാണം നടത്തിക്കൊണ്ടാണ് ഈ ഭയങ്കര അമിട്ടുകളൊക്കെ പൊട്ടിച്ചത്. പെന്തക്കോസ്തി ജാതിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞത്. കേട്ട ആൾക്കാരെല്ലാം എന്താ വിചാരിക്കുന്നത്? ഭയങ്കര വിപ്ലവകരമായ ഒരു പ്രസംഗമായിപ്പോയി. ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വീഡിയോ ഈ അടുത്തിടയ്ക്ക് എനിക്കൊരാൾ അയച്ചു തന്നപ്പോൾ അതിൻ്റെ തംബ്നെയിലിൽ, അതിൻ്റെ ഹെഡിങ്ങിൽ അവിടെ കണ്ടത് ഏതാണ്ട് 56 ഇഞ്ചുള്ള നെഞ്ചളവുള്ള പാസ്റ്റർ എന്നുള്ള നിലയിലാണ് ഹെഡിങ് കാണുന്നത്. ഈ പ്രസംഗങ്ങളൊക്കെ ഓടാൻ വേണ്ടിയിട്ട് യൂട്യൂബിലൊക്കെ ഇടുന്ന പുള്ളികൾ അതിന് കൊടുക്കുന്ന ഹെഡിങ്, അതിൻ്റെ പിക്ചറുകൾ, അതൊക്കെ ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിഷയമായിട്ടൊരു ബന്ധം കാണില്ല. ഞാൻ ഓർക്കാറുണ്ട്, നമ്മൾ അങ്ങനെയൊക്കെ ഹെഡിങ്ങൊക്കെ എഴുതുവാണെങ്കിൽ ആളുകൾ ഇരച്ചു കയറി വന്നേനെ. അങ്ങനത്തെ 56 ഇഞ്ചിൻ്റെ ഹെഡിങ് ഒന്നും എഴുതിയിട്ട് നമുക്ക് ആരും കേൾക്കുകയും വേണ്ട, ഒന്നും വേണ്ട. വിപ്ലവകരമായി നടത്തിയെന്ന് പറയുന്ന കല്യാണത്തിൻ്റെ കാര്യം ഈ പറയുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ആ സെൻട്രൽ പാസ്റ്റർ എന്ന് പറയുന്ന മനുഷ്യനെ അപമാനിച്ചത്. അതിൻ്റെ ഒടുക്കം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടെ കേട്ടോ. ഈ സെൻട്രൽ പാസ്റ്റർ പറയുകയാണ്, ഇതൊരിക്കലും ഞാൻ അംഗീകരിക്കില്ല, ഇതിങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ശാപമാണ്. ആ സഹോദരങ്ങളെ കെട്ടിപ്പിടിച്ച് ശപിച്ചു പറഞ്ഞു വിട്ടു എന്ന്. ഇദ്ദേഹത്തിൻ്റെ വക്താക്കളായി ചെന്ന രണ്ടുപേരെയും സെൻട്രൽ പാസ്റ്റർ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ശപിച്ചു പറഞ്ഞു വിട്ടു എന്ന്. ശപിക്കണേന് കെട്ടിപ്പിടിക്കണോ? എന്തായാലും ആ പറഞ്ഞ വാക്കുകൾ അങ്ങനെ തന്നെ നോട്ട് ചെയ്ത് വെച്ചതാ. കെട്ടിപ്പിടിച്ച് ശപിച്ചു പറഞ്ഞയച്ചെന്ന്. എന്നിട്ട് സെൻട്രൽ പാസ്റ്റർ പറഞ്ഞു, ഇതിന് കൂട്ടുനിൽക്കുന്നവർ എല്ലാവരും അനർത്ഥത്തിൽപ്പെടും. അതായത് അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നൊരു യുവാവിന്, ഒരു പാരമ്പര്യ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊടുക്കുന്നവരെല്ലാം അനർത്ഥത്തിൽ പെടുമെന്ന് സെൻട്രൽ പാസ്റ്റർ പറഞ്ഞതായിട്ടല്ലേ ആളുകൾ കേൾക്കുന്നത്. കേൾക്കുന്ന നിങ്ങൾക്കും അങ്ങനെയല്ലേ തോന്നുള്ളൂ? സത്യം എന്താ? ഈ പാസ്റ്റർ പറഞ്ഞത് അമ്മയപ്പന്മാരുടെ അനുഗ്രഹമില്ലാതെ, അവരുടെ ആശീർവാദമില്ലാതെ, അവരുടെ സാന്നിധ്യമില്ലാതെ, അവരുടെ സാന്നിധ്യമോ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുമോ? ഒളിച്ചോടി വരുന്ന കല്യാണത്തിന് സാന്നിധ്യം വരളുന്നവനാണോ പരിശുദ്ധാത്മാവ്? ക്രിസ്തുവിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്ത ആ പെൺകുട്ടിക്കോ എന്തെങ്കിലും ചിന്ത ആ ആൺകുട്ടിക്കോ ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനൊരു സാഹസത്തിന് പുറപ്പെടുവോ? പരിശുദ്ധാത്മാവിൻ്റെ യാതൊരു പ്രവർത്തനം അവരുടെ ജീവിതത്തിലില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുള്ള ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും ഒരു പെൺകുട്ടിയെ അങ്ങനെ വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ കഴിയില്ല. ഒരു പെൺകുട്ടിക്കും അങ്ങനെ തങ്ങളുടെ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ഇതുപോലെ എടുത്തു ചാടി ഓടി ഒരു ചെറുക്കൻ്റെ വീട്ടിൽ പോയി താമസിക്കാനായിട്ട് ഒരു പെൺകുട്ടിക്കും കഴിയില്ല സഹോദരങ്ങളെ. അവിടെയൊന്നും പരിശുദ്ധാത്മാവ് പരിസരത്ത് പോലുമില്ല. നിങ്ങളെങ്ങനെയാണോ ചിന്തിക്കുന്നത്? എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ യാതൊരു ആലോചനയില്ല, ദൈവികമായ യാതൊരു ആശീർവാദവും അവിടെയില്ല. ഒരു പക്ഷേ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 1.5 വർഷം മുമ്പുള്ള കാര്യമാണ്. ഇപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ ആയിരിക്കും ജീവിക്കുന്നത്. 2 കുടുംബക്കാരും ഒക്കെ വലിയ ലോഹ്യത്തിലായിരിക്കും. നമുക്കാർക്കും അതിന് തർക്കമൊന്നുമില്ല. നമ്മളിവിടെ യുവാവിനെയും യുവതിയും ഒന്നും ഫോക്കസ് ചെയ്തല്ല സംസാരിക്കുന്നത്. നമ്മൾ ആ ശുശ്രൂഷകൻ എന്നുള്ള പേരിൽ ഇന്ന് പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ ഇങ്ങനെ വിരാജിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിവരക്കേടിനെയാണ് നമ്മൾ തുറന്നു കാണിച്ചത്. ഒരു സെൻട്രൽ പാസ്റ്ററെ അദ്ദേഹം എത്രമാത്രം അവമാനിച്ചെന്നറിയാവോ? ലാസ്റ്റ് പറഞ്ഞ വാക്കെന്താണെന്നറിയാവോ? ഇതുപോലെയുള്ള ദുഷ്ടന്മാരായ ശുശ്രൂഷകരാണ് പെന്തിക്കോസിലുള്ളതെന്ന്. ദുഷ്ടന്മാരായ ശുശ്രൂഷകർ. ഈ പറയപ്പെട്ട നിലയിൽ ട്രാഫിക്ക് തെറ്റിച്ചു വന്ന ഈ കല്യാണത്തിന് ഞാൻ കൂട്ടുനിൽക്കില്ല, ഇതിന് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞ ആ സെൻട്രൽ പാസ്റ്ററെ ദുഷ്ടന്മാരുടെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ല അതിന്. നിങ്ങൾ എന്നെ ദുഷ്ടനെന്നോ കൊള്ളക്കാരെന്നോ എങ്ങനെ വേണേലും വിളിച്ചോ. അങ്ങനത്തെ പ്രണയ കല്യാണങ്ങളും അങ്ങനത്തെ ഒളിച്ചോട്ടങ്ങളും അങ്ങനെ അവിടെ തന്നെ ഒത്തിരി കള്ളത്തരങ്ങളുണ്ട്. സമയം പോയതുകൊണ്ട് ഞാനിനി അതിലേക്ക് കടക്കുന്നില്ല. ഈ പറയപ്പെട്ട വരനും വധുവും ഉണ്ടല്ലോ. അപ്പോൾ വരൻ ആ സഭയുടെ അംഗമായിട്ട്, വരൻ ഈ ഉപദേശിയുടെ ആ സഭയുടെ അംഗമായിട്ട് നിൽക്കുമ്പോൾ വധു ഏത് സഭയുടെ അംഗമാണ്? അവിടെ നിന്ന് കുറിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ അതിന് അവരുടെ തന്നെ വേറൊരു കൂട്ടായ്മയിൽ ഈ പെങ്കൊച്ചിന് താൽക്കാലികമായൊരു മെമ്പർഷിപ്പ് കൊടുത്ത് അവിടെ നിന്നൊരു കുറി ആ നിലയിലുണ്ടാക്കി, ആർട്ടിഫിഷ്യലായിട്ടൊരു കുറി അങ്ങ് ഉണ്ടാക്കി അങ്ങനെ ഒരു കല്യാണം അങ്ങ് നടത്തി. അങ്ങനെ ഒരു വേദിയിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ തട്ടിവിട്ടത്. ഇങ്ങനെയൊക്കെ പറയുന്ന ഈ ഉപദേശിയുടെ മെസ്സേജുകളൊക്കെ ആളുകൾ ധാരാളം പേര് കേൾക്കുന്നുണ്ട്. അദ്ദേഹം രക്ഷാഭദ്രതാവാദം ഉയർത്തുന്നു, കാൽവിനിസം ഉയർത്തുന്നു, പിന്നെ എന്ന് വേണ്ട അങ്ങനെ പല കാര്യങ്ങളും ഉയർത്തുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഭൂരിപക്ഷം മനുഷ്യർക്കും അറിയില്ല.
നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത്. വേദിയിൽ വളരെ മനോഹരമായ നിലയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ഒത്തിരി ആളുകൾക്ക് ഇഷ്ടമാണ്. നല്ല സരളമായ നിലയിൽ പ്രസംഗിക്കുന്നു, ശാന്തമായി പറയുന്നു, കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളെ പറയുന്നു. പക്ഷെ നമ്മൾ ആളുകളെ അടുത്തറിയണം, പഠിക്കണം, ഒബ്സർവ് ചെയ്യണം, ചുറ്റും കണ്ണോടിക്കണം. എല്ലാം മനസ്സിലാക്കി വരുമ്പോഴാണ് ഈ പറയുന്ന പ്രസംഗത്തിനകത്തൊന്നും കാമ്പില്ലെന്ന് മനസ്സിലാകുന്നത്. പലരുടെയും പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ടൊക്കെ ആളുകൾക്ക് തോന്നും. പക്ഷെ നമ്മൾ അടുത്തിടപഴകുമ്പോഴാണ് വ്യക്തിയെ മനസ്സിലാകുന്നത്. ഈ കല്യാണത്തിന് മുമ്പും ഇതേ ശുശ്രൂഷകൻ തന്നെ ഇതുപോലെ അമ്മയപ്പന്മാരുടെ ആശീർവാദമില്ലാതെ 2-3 കല്യാണം നടത്തിയിട്ടുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത്. അതിൻ്റെ പൂർണ്ണ നിജസ്ഥിതി എനിക്കറിയില്ല. ഇതിനു മുമ്പും അങ്ങനത്തെ കല്യാണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. കല്യാണം നടത്തുകയും അവരെ സപ്പോർട്ട് ചെയ്യും, സാമ്പത്തികമായി എല്ലാ നിലയിലും സപ്പോർട്ട് ചെയ്യും കേട്ടോ. അതൊക്കെ ഓക്കെ. നമ്മളെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒളിച്ചോടി കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ മല്ലപ്പള്ളിയിലുള്ള ഉപദേശിയുമായി ബന്ധപ്പെട്ടാൽ മതി. അദ്ദേഹം കല്യാണം നടത്തി തരും. കല്യാണം നടത്തി തരും മാത്രമല്ല, നിങ്ങളെ സാമ്പത്തികമായിട്ട് എല്ലാ നിലയിലും സപ്പോർട്ട് ചെയ്യും. എല്ലാ നിലയിലും നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ബാക്കപ്പും അദ്ദേഹം തരും. ഒന്നും പേടിക്കാനില്ല. ഒളിച്ചോട്ടത്തിന് ആഗ്രഹമുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ടൊക്കെ ബന്ധപ്പെടുക. അവർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു തരും. അപ്പം ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ്. ഞാൻ ആ കൺക്ലൂഷനിലേക്ക് വരികയാണ്. കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. ഇതൊന്നും ദൈവഹിതത്തിലല്ല നടക്കുന്നത്. ദൈവഹിതത്തിലുള്ള വിവാഹങ്ങളിലെല്ലാം സ്വർഗീയ സാന്നിധ്യം ഉണ്ടാകും. അവിടെയെല്ലാം ഒരു സമാധാനവും സ്വസ്ഥതയും കളിയാടും. കാര്യങ്ങളെല്ലാം അതിൻ്റെ ഭംഗിയായ നിലയിൽ മുൻപോട്ട് പോകും. യൗവനക്കാരെന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അവർക്ക് വചനത്തിൻ്റെ ആ ഡെപ്ത് പിടികിട്ടിയിട്ടില്ല. ഇപ്പം ജാതീയ ചിന്തകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിൽ ഞാൻ സമ്മതിച്ചൊരു കാര്യമുണ്ട് കേട്ടോ. ഈ സമൂഹത്തിൽ അതുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും ചിന്തിക്കാത്ത ധാരാളം ഭക്തന്മാർ ഈ സമൂഹത്തിലുണ്ട്. അടച്ചാക്ഷേപിക്കരുത്. ഈ സമൂഹം ഒന്നടങ്കം അങ്ങനെ ചിന്തിക്കുന്നവരാണെന്ന് ഒരു ധ്വനി വരുമാറ് ആരും പറയരുത്. ഇതിനകത്ത് ധാരാളം മനുഷ്യർ ഭക്തിക്കൊത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. വിവാഹത്തോടൊക്കെയുള്ള ബന്ധത്തിൽ അങ്ങനെയുള്ള യാതൊരു ചിന്തകളും വെച്ചു പുലർത്താതെ സ്വർഗത്തിലെ ദൈവം എന്താഗ്രഹിക്കുന്നോ, ദൈവം എന്തെനിക്ക് അനുവദിക്കുന്നോ, ഏത് പെൺകുട്ടിയെ അനുവദിക്കുന്നോ, ഏത് ആൺകുട്ടിയെ അനുവദിക്കുന്നോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മാതാപിതാക്കളും മക്കളും ഒക്കെയുള്ളൊരു സമൂഹമാണിത്. എന്നാൽ ഒത്തിരി വഴുതിപ്പോയി എന്നുള്ള സത്യം ഞാൻ അംഗീകരിക്കുകയാണ്. ഒത്തിരി വഴുതിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വചനം പ്രസംഗിക്കാനേ പറ്റൂ. നമുക്ക് ക്രൂശ് പ്രസംഗിക്കാനേ പറ്റൂ. ക്രൂശ് വെളിപ്പെട്ടാൽ എല്ലാത്തിനും പരിഹാരമാകും എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. ക്രൂശ് വെളിപ്പെടണം, ബലിപീഠം വെളിപ്പെടണം. ഒരുവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട് കിടക്കുന്ന ആ കാഴ്ച കണ്ണിൻ്റെ മുമ്പിൽ എത്തണം. ശരിയാവണ്ണം ക്രൂശിൻ്റെ ദർശനം പ്രാപിക്കണം. പിതാവിൻ്റെ ഹൃദയം തിരിച്ചറിയണം. ആ ഹൃദയം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം രൂപാന്തരപ്പെട്ട അനുഭവത്തിലൂടെ മുൻപോട്ട് പോകുകയാണെങ്കിൽ നിശ്ചയമായും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വലിയ പുരോഗതി ഉണ്ടാകും. നമ്മുടെ സമൂഹം മറ്റുള്ളവരുടെ എല്ലാ മുമ്പിൽ മാതൃകയുള്ളൊരു സമൂഹമായിട്ട് മാറും. മറ്റിതര ക്രൈസ്തവർക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണിതെല്ലാം. മറ്റിതര ക്രൈസ്തവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അവരെല്ലാം ജാതിയും പണവും മറ്റു പല കാര്യങ്ങളും ഒക്കെ ചിന്തിക്കുന്നവരാണ്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമ്മൾ ദൈവഹിതത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങൾ നമ്മൾ ബാലൻസ് ചെയ്ത് ചിന്തിക്കും. നമ്മൾ ആഫ്രിക്കക്കാരനെ കല്യാണം കഴിക്കാൻ പോവില്ല. ആഫ്രിക്കക്കാരനൊരു ദൈവ പൈതല, അമേരിക്കക്കാരനൊരു ദൈവ പൈതല അല്ലേ? അതുപോലെ ചൈനക്കാരിയും അവളും ഒരു ദൈവ പൈതല. നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ പോകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തുപോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? കൾച്ചർ വൈസ് നമുക്ക് ഒത്തുപോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കൾച്ചർ സംബന്ധമായിട്ടോ മറ്റു പല രീതികളിലും ഭക്ഷണ രീതികളാകട്ടെ, വസ്ത്രധാരണ രീതികളാകട്ടെ, ഇങ്ങനെയൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള പല കാര്യത്തിലേക്കും എടുത്തിയാടാത്തത്. നമ്മളൊരു പാകതയിലും പക്വതയിലും നിന്ന് നമ്മുടെ മാതാപിതാക്കളെ അനുസരിച്ച് നമ്മുടെ ശുശ്രൂഷകന്മാർക്ക് കീഴ്പ്പെട്ട് അങ്ങനെ എല്ലാവരും കൂടെ കൂടിയാലോചിച്ച് നല്ല നിലയിൽ വിവാഹത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നതാണ് ആശീർവാദം എന്നുള്ളത് എല്ലാ യൗവനക്കാരോടും ഞാൻ പറയുകയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ എല്ലാം ജീവിതം, നിങ്ങളുടെ കുടുംബജീവിതം ശുഭമായി തീരട്ടെ. പുതുതായിട്ട് വിവാഹത്തിലേക്കൊക്കെ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വയ്ക്കുകയാണ്. അവിടെ എലയാസറിനോട് അബ്രഹാം പറഞ്ഞു വിടുന്നുണ്ട്. അതായത് എൻ്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി നീ ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചു പോകുമ്പോൾ സ്വർഗത്തിലെ ദൂതൻ നിനക്ക് മുൻപായി കടന്നുപോയി കാര്യങ്ങളെയെല്ലാം അതിൻ്റെ നിലയിലേക്ക് കൊണ്ടുവരുമെന്ന്.
അതുകൊണ്ട് നിങ്ങളെ രക്ഷയിലേക്ക് നയിച്ച ദൈവം നിങ്ങളുടെ വിവാഹ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ തൻ്റെ ദൂതൻ്റെ സാന്നിധ്യം അയച്ചുകൊണ്ട് വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിക്കുമെന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. ദൈവഹിതത്തിന് പ്രാധാന്യം കൊടുക്കുക. ദൈവഹിതം മനസ്സിലാകുന്നതുവരെ കാത്തിരിക്കുക. എത്ര താമസിച്ചാലും ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവഹിതം മനസ്സിലായി കഴിഞ്ഞാൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ തന്നെ നിങ്ങൾ മുൻപോട്ട് പോവുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ അത് ആശ്വാസവും അനുഗ്രഹവുമായി തീരും. നിങ്ങൾക്ക് പ്രാഗൽഭ്യത്തോടെ നിങ്ങളുടെ തലമുറയോടും അടുത്തുള്ളവരോടും മറ്റുള്ളവരോടും ഒക്കെ സംസാരിക്കാനായിട്ട് കഴിയും. ഈ മെസ്സേജിനിടയിൽ ഞാൻ എൻ്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ഞാൻ പ്രാഗൽഭ്യത്തോടെയാണ് സംസാരിക്കുന്നത്, പ്രാഗൽഭ്യത്തോടെ. ആ പ്രാഗൽഭ്യം നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് നേടിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ പ്രാഗൽഭ്യം ഒരിക്കലും നഷ്ടപ്പെടരുത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്താം. ദൈവത്തിൻ്റെ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തി നമ്മെ ദൈവഹിതത്തിലേക്ക് നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.